അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഫിത്രത്ത് നൽകിയപ്പോൾ രണ്ടും ഒരുപോലെ ശരിപ്പെടുത്തിയതാണ്. വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ അസ്തിത്വത്തെ നഫ്സിനെ സംബന്ധിച്ചാണ് പറയുന്നത്. സത്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത്. വമാ സവ്വാഹാ, ആ നഫ്സിനെ അന്യൂനമായ രൂപത്തിൽ ശരിപ്പെടുത്തി സംവിധാനിച്ചിട്ടുള്ള അവന്റെ സൃഷ്ടിപ്പ്, അതുതന്നെയാണ് സത്യം. എങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സിന്, മനുഷ്യന്റെ അസ്തിത്വത്തിന് അള്ളാഹു പ്രകൃതം നിശ്ചയിച്ചിരിക്കുന്നത്? ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. രണ്ടു തരത്തിലുള്ള പ്രചോദനവും അള്ളാഹു ആ മനുഷ്യാസ്തിത്വത്തിൽ തന്നെ നിഹിതമാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ഫുജൂർ, അഥവാ തിന്മകൾ ചെയ്യാനുള്ള ബോധം. രണ്ടാമത്തേത് തഖ്വാ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കുന്നതിനുള്ള പ്രചോദനം. രണ്ടു തരം പ്രചോദനവും ഒരേപോലെ മനുഷ്യന്റെ പ്രകൃതത്തിൽ തന്നെ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. അത് തന്നെ സത്യം. ഇതിന് പുറമെ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാത്തിലിന്റെ കാര്യം, ബാത്തിലിന് കൂടുതൽ സ്വാധീനം നൽകുന്ന ചില ഘടകങ്ങൾ വേറെയും വെച്ചു. ഇബ്ലീസ് വ ജുനൂദുഹു, അകത്തും പുറത്തും ഒരുപോലെ, മനുഷ്യാസ്തിത്വത്തിന്റെ ഉള്ളിലും പുറത്തും നിന്ന് ഒരുപോലെ മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്നവനാണ് പിശാച്. ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം. പിശാച് മനുഷ്യനിലൂടെ പ്രവഹിക്കുമെന്നാണ് പറഞ്ഞത്. മജ്റദ്ദം, രക്തം എവിടെയെല്ലാം പ്രവഹിക്കുന്നുവോ അതിലൂടെയൊക്കെ പിശാച് ഒഴുകിക്കൊണ്ടിരിക്കും. അത് ഉള്ളിൽ. അതേ സന്ദർഭത്തിൽ ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ വേണ്ടി പിശാച് അവനെ സമീപിക്കും. മുന്നിലൂടെയും അവന്റെ പിന്നിലൂടെയും അവന്റെ വലതുഭാഗത്തുകൂടെയും അവന്റെ ഇടതുഭാഗത്തുകൂടെയും. വലാ തജിദു അക്സറഹും ശാകിരീൻ. തന്മൂലം അവരിൽ ഭൂരിഭാഗം ആളുകളും അള്ളാഹുവിന്റെ ശുക്ർ ചെയ്യുന്നവരായിട്ട് കാണുക സാധ്യമല്ല. അപ്പൊ മനുഷ്യന്റെ പ്രകൃതത്തിൽ തന്നെ തിന്മക്കുള്ള സ്വാധീനം, അതിനുള്ള പ്രചോദനം ഒന്ന്. രണ്ടാമത്തേത് പിശാച്, അത് അകത്തും പുറത്തും നിന്നുകൊണ്ട് നമ്മളെ സദാ വഴിപിഴപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പിശാച്. മൂന്നാമത്തേതോ ഒരു മനുഷ്യൻ ജീവിക്കുന്ന അവന്റെ സാഹചര്യങ്ങൾ, ഭൗതികമായ സാഹചര്യങ്ങൾ. പലപ്പോഴും നല്ല സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും. മോശപ്പെട്ട സാഹചര്യങ്ങളാണെങ്കിൽ ധാരാളം ഉണ്ടായിരിക്കും. വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇذن റബ്ബിഹി വല്ലദീ ഖബുസ് ലാ യഖ്റുജു ഇല്ലാ നകിദാ. ഒരു ദുഷിച്ച ഭൂമിയിൽ നിന്ന് നല്ല ഒരു ഭൂമിയാണെങ്കിൽ യഖ്റുജു നബാതുഹു ബിഇذن റബ്ബിഹി, ആ ഭൂമിയിൽ നിന്ന് നല്ല നല്ല ചെടികൾ അള്ളാഹുവിന്റെ ഇതിനോട് കൂടിയിട്ട് അത് മുളച്ചു വരുന്നു. നല്ല സാഹചര്യത്തിൽ നല്ല മനുഷ്യരുണ്ടാകും, അത് സ്വാഭാവികമാണ്. കാരണം അനുകൂലനം എന്ന് പറയുന്ന ഒരു ഘടകം അവിടെ ഉണ്ട്. വല്ലദീ ഖബുസ്, എന്നാൽ ഏതൊരു ഭൂമി ദുഷിച്ചതാണോ ലാ യഖ്റുജു ഇല്ലാ നകിദ, ആ ഭൂമിയിൽ നിന്ന് ഒന്നിനും കൊള്ളാത്ത മോശപ്പെട്ട ചെടികളല്ലാതെ മറ്റൊന്നും അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, അവിടെ മുളച്ചു വളരുന്നില്ല. അങ്ങനെ തന്നെയാണ് മനുഷ്യന്റെ ഈ സ്ഥിതി. അതുകൊണ്ടാണ് പൂർവിക സമുദായത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവം വിശദീകരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പ്രത്യേകം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഒരാൾ 99 മനുഷ്യരെ അറുകൊല നടത്തി അവസാനം അദ്ദേഹത്തിന് പശ്ചാത്താപബോധം വന്നപ്പോൾ ഒരു പുരോഹിതന്റെ അരികിൽ പോയിക്കൊണ്ട് എനിക്കിനി പശ്ചാത്താപമുണ്ടോ എന്നന്വേഷിക്കുന്നു. ആ പുരോഹിതൻ പറയുന്നു, 99 പേരെ കൊന്നിട്ട് നിനക്ക് പശ്ചാത്താപമോ?
പശ്ചാത്താപത്തിന്റെ വാതിൽ കൊട്ടിയടക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതിൽ കുപിതനായി ആ പുരോഹിതനെ കൂടി അദ്ദേഹം വധിച്ചു കളയുന്നു. അങ്ങനെ 100 പേരുടെ കൊല പൂർത്തീകരിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് അടങ്ങുന്നില്ല. അദ്ദേഹം വീണ്ടും തനിക്ക് ഇനിയും വല്ല വഴിയുമുണ്ടോ നന്മയിലേക്കും ധർമ്മത്തിലേക്കും തിരിച്ചു വരാമെന്ന് ആലോചിച്ചുകൊണ്ട് മറ്റൊരു പുരോഹിതന്റെ അരികിൽ ചെല്ലുന്നു. നല്ലവനായ ആ പുരോഹിതൻ അദ്ദേഹത്തിന് വഴി കാണിച്ചു കൊടുക്കുന്നു. ഉണ്ട്, താങ്കൾക്ക് നന്മയിലേക്ക് തിരിച്ചു വരാനുള്ള വഴി ഇനിയും ബാക്കിയുണ്ട്. ആ കാര്യങ്ങളൊക്കെ ആലിമിന്റെ അടുക്കൽ. പഴയകാലത്ത് ആലിമീങ്ങൾ അവർ റുഹ്ബാനുകൾ തന്നെയാണ്. അവർ റുഹ്ബാൻ, അവരിൽ നല്ലവരും അവരിൽ ചീത്ത ആളുകളുണ്ട്. അന്നഹും ലാ യസ്തക്ബിറൂൻ, കിബ്ർ കാണിക്കാത്ത നല്ല നല്ല ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. ഹദീസിൽ അദ്ദേഹം ആ നല്ലവനായ ആളെ കുറിച്ച് ആലിം എന്ന് തന്നെ പറഞ്ഞത്. ആലിം എന്നാ പറഞ്ഞത്. മൊത്തത്തിൽ അവരൊക്കെ അവരുടെ കൂട്ടത്തിലുള്ള പണ്ഡിതവർഗത്തിന് റാഹിബ് എന്ന് പറയും. തസ്ലീസുകളും റുഹ്ബാനുകളുമാണ്. അതിൽ നല്ലവരും ചീത്തയുണ്ട്. അദ്ദേഹം ആ ഉപദേശം കേട്ടിട്ട് പറഞ്ഞു, ഇനി നീ ഒരു കാരണവശാലും ഈ നാട്ടിൽ നിൽക്കരുത്. ഈ നാട്ടിൽ നിന്നാൽ തിന്മയിലേക്ക് തന്നെ നീ തിരിച്ചു വീഴുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക. ഇവിടെ തിന്മയാണ് മികച്ചു നിൽക്കുന്നത്. തിന്മയുടെ സാഹചര്യത്തിൽ നിന്ന് തിന്മക്ക് മാത്രമേ പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നല്ലവർ മാത്രം താമസിക്കുന്ന, നല്ല ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം പറഞ്ഞു, അവിടത്തേക്ക് നീ ഉടനെ പോകണം. നന്മയുടെ ഒരു സാഹചര്യം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ആ സാഹചര്യത്തിലേക്ക് മാറി താമസിക്കാൻ, അങ്ങോട്ട് പോകാൻ വേണ്ടി അദ്ദേഹത്തെ ഉപദേശിക്കുകയും ചെയ്തത് ഈ കാര്യം കൊണ്ടാണ്. ഇങ്ങനെയുള്ള കാരണങ്ങൾ ഉള്ളതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഇത്തരത്തിൽ തിന്മയുടെ പരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത് മനുഷ്യ ജീവിതത്തെ അവൻ പരീക്ഷണമാക്കിയത് കൊണ്ടാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് നല്ല കാര്യങ്ങൾ സുഹൃതങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനാണ് നിങ്ങൾക്ക് ജീവിതം നൽകിയത്. ജീവിതം എന്ന് പറയുന്നത് അത് പരീക്ഷണാർത്ഥമാകണമെങ്കിൽ, പരീക്ഷണത്തിനുള്ളതാകണമെങ്കിൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രതികൂലമായ സാഹചര്യങ്ങൾ അവന്റെ ചുറ്റുപാടുമുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലിക്കും, നിങ്ങൾ സ്വർഗത്തിൽ നിഷ്പ്രയാസം ഒരു പരീക്ഷണമില്ലാതെ അങ്ങോട്ട് കയറിപ്പോകാമെന്ന് കരുതേണ്ടതില്ല. ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന്? അയ്യഖൂലു ലാ ആമന്ന വഹും ലാ യുഫ്തനൂൻ, ഞങ്ങൾ വിശ്വസിച്ചു എന്ന ഒരു വാക്ക്, വെറും വാക്കുകൊണ്ട് അവർക്ക് നേരെ അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നാണോ അവർ കരുതുന്നത്? വഹും ലാ യുഫ്തനൂൻ, അവർ പറഞ്ഞ ആ വാക്ക് പരീക്ഷിച്ച് തെളിയിക്കപ്പെടാതെ കണ്ട് നേരെ ആ വെറും ഒരു വാക്കുകൊണ്ട് സ്വർഗത്തിലേക്ക് അന്ന് കടന്നു കയറാമെന്ന് ജനങ്ങൾ വിചാരിക്കുന്നുവോ? ഇല്ല, അത് നടപ്പില്ല. അതുകൊണ്ടാണ് സ്വാഭാവികമായും തിന്മയുടെ സാഹചര്യങ്ങൾ കൂടുതലാണ്. ആദമിന്റെ മക്കളിൽ ഭൂരിഭാഗം ആളുകളും തിന്മയിൽ തന്നെയുമാണ്. അതും നമുക്കറിയാവുന്നതാണ്. ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് പറയുന്നത്, ഏഴാമത്തേത് ജിബില്ലത്തുൽ ആദമിയ്യി ഫീ കൗനിൽ ഹഖ് യൻഖുസു ഫീ ഖൽബി വൽ ബാതിൽ യസീദ്, മനുഷ്യ മനസ്സിൽ തിന്മ വർദ്ധിക്കുകയും നന്മ ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. മൊത്തം അങ്ങനെയാണ്. മൊത്തം അത് ചില പ്രത്യേക കാലങ്ങളിൽ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നേരെ തിരിച്ചു വരും. ആ കാലം കഴിയുന്നതോടുകൂടി വീണ്ടും പിന്നീട് തിന്മയിലേക്ക് തന്നെ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇല്ലാ വല്ലദീ ബഅദഹു ശർറുൻ മിൻ, ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഓരോ ദിവസം കഴിയും തോറും ശർറുൻ മിൻ, ഒരു ദിവസത്തെക്കാളും മോശപ്പെട്ടതായിരിക്കും പിന്നീട് വരാനുള്ള ദിവസം, അതിനേക്കാളും മോശപ്പെട്ടതായിരിക്കും പിന്നീട് വരാനുള്ള ദിവസം. ഇത് നമ്മുടെയൊക്കെ തന്നെ നമുക്കായ പ്രായത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഓരോ ദിവസം കഴിയും തോറും കുറച്ചുകൂടി ഫിത്നയും തിന്മയും വർദ്ധിക്കുക എന്നല്ലാതെ നന്മ വർദ്ധിക്കുന്നത് നമ്മൾ എവിടെയും കാണുന്നില്ല.
الثامنة فيه شاهد لما نقل عن السلف أن البدعة سبب الكفر. ഇതിൽ ഒരു ഷാഹിദുണ്ട്, അഥവാ ഒരു തെളിവുണ്ട്. ഷാഹിദ് എന്ന് പറഞ്ഞാൽ സാക്ഷി എന്നാണ്. ഇസ്തിദ്ലാലിന്റെ സിയാഖിൽ ഷാഹിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദലീൽ, ആ ദലീലിന്റെ പ്രത്യേകത എന്താണ്? അതിന് വേറെ തെളിവുണ്ടായിരിക്കും, അടിസ്ഥാന തെളിവ് വേറെ ഉണ്ടായിരിക്കും, ഇത് ഉപോത്ബലകമായ തെളിവായിരിക്കും. അങ്ങനെയുള്ളതിനാണ് ഷാഹിദ് എന്ന് പറയാം, ഉപോത്ബലകമായ തെളിവ്. ഇത് ഒരു ഉപോത്ബലകമായ തെളിവ് നമുക്ക് നൽകുന്നു. ഏത് വസ്തുതക്ക്? ലിമാ നുഖില അനിസ് സലഫ്, സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള വിഷയത്തിന്. സലഫുകൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണത്? അന്നൽ ബിദ്അത്ത് സബബുൽ കുഫർ, ബിദ്അത്ത് കുഫറിനുള്ള കാരണമാണ്. ബിദ്അ കുഫറിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നുള്ളത്. ഈ കാര്യം കുറച്ചുകൂടി തെളിയിച്ചുകൊണ്ട് എറണാകുളത്ത് മദീന മസ്ജിദിൽ വെച്ച് നടത്തിയിട്ടുള്ള ദർസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തുടങ്ങുന്നത് ചെറിയ ഒരു ശുബഹത്തിൽ നിന്നായിരിക്കും. ശുബഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അക്സറു ജവാനിബ് സത്യമായ കാര്യമായിരിക്കും. അതിന് ചില ജവാനിബുകൾ അധിക വശവും സത്യം തന്നെയാണ്, എന്നാൽ അതിൽ കുറച്ച് ബാത്തിൽ ചേർന്നിട്ടുണ്ടാകും. അങ്ങനെയുള്ള കാര്യത്തിനാണ് ശുബ്ഹ എന്ന് പറയാം. അത് മുഖേന മാത്രമാണ് പിശാചിന് ജനങ്ങളെ വഴിപിഴപ്പിക്കാൻ പറ്റുക. കാരണം പുറത്തു കാണുമ്പോൾ ഒക്കെ നന്മയുടെ മുഖം അതിനുണ്ട്. പക്ഷെ അതിലെന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ബാത്തില് വല്ല അതിലേക്ക് കലർത്തിയിട്ടുണ്ട്. അഹ്ലു കിതാബിനോട് അള്ളാഹു ചോദിച്ച ചോദ്യം അതാണ്. നമ്മളും അഹ്ലു കിതാബും തമ്മിലുള്ള മൗലികമായ അന്തരവും അത് തന്നെയാണ്. അല്ലയോ വേദാവകാശികളെ, എന്തുകൊണ്ടാണ് നിങ്ങൾ സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കുഴക്കുന്നത്? നിങ്ങൾ സത്യവും അസത്യവും തമ്മിൽ ഒരിക്കലും കൂട്ടിക്കുഴക്കരുത്. സത്യത്തെ നിങ്ങൾ മറച്ചു പിടിക്കുകയും ചെയ്യരുത്. നിങ്ങൾക്ക് ആ സത്യം അറിഞ്ഞിരിക്കെ. അങ്ങനെ സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കുഴച്ചിട്ടുള്ളൊരു വസ്തു, അതിൽ നിന്നാണ് കാര്യങ്ങൾ തുടങ്ങുക. അങ്ങനെ ദീനിന്റെ കാര്യം അത് സ്വാഫി ശുദ്ധമായത് എന്നതിൽ നിന്ന് സത്യാസത്യം കൂട്ടിക്കലർന്നിട്ടുള്ള ഒരു കലർന്ന വസ്തുവായി തീരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കാര്യം എങ്ങോട്ട് പോകുന്നു? പിന്നെ ആ ബാത്തിലായ കാര്യം ദീനാണ് എന്ന് കരുതി തുടങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ചെറിയ ഒരു വിദഅത്ത് അവിടെ ഉടലെടുക്കുന്നു. ആ വിദഅത്ത് പിന്നീട് അത് വലിയ ഗ്രാവിറ്റി ഉണ്ട്. അത് ഒരുപാട് തെറ്റായ കാര്യങ്ങളെ പിന്നെ അതിലേക്ക് വലിച്ചു ചേർത്തിട്ട് അത് വലിയൊരു ബിദ്അത്താകുന്നു. വലിയൊരു ബിദ്അത്തായി കഴിഞ്ഞാൽ അവസാനം അള്ളാഹുവിന്റെ ശർഅ് നശിപ്പിക്കുന്ന, അവന്റെ ദീൻ നശിപ്പിക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് കൂടി അവന്റെ ദീനിൽ നിയമം നിർമ്മിക്കുവാൻ സാവകാശം കൊടുക്കുന്ന, അതിന് അവസരം കൊടുക്കുന്ന കുഫറിലേക്ക്, ശിർക്കിലേക്ക് മനുഷ്യനെത്തിപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ബിദ്അ എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു സംഗതിയായിട്ട് കണക്കാക്കരുത്. ശുബ്ഹത്തിൽ നിന്ന് തുടങ്ങി മുഹദ്ദസാത്തുകളിലേക്ക് വന്ന് മുഹദ്ദസാത്തുകൾ ബിദ്അത്തുകളായി, ആ സിഗാറുൽ ബിദ്അകളിൽപ്പെട്ട സിഗാറുകൾ പോയിട്ട് പിന്നീട് അത് കിബാർ വലിയതായി അവസാനം അത്തശ്രീഉ ഫീ ദീനില്ലാഹ് അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്സൻ ബിഹില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് പുറമെ ചില പങ്കാളികളെ കൂടി അവർ സ്വീകരിക്കുന്ന സ്ഥിതിയിലേക്കെത്തും. ആ പങ്കാളികൾ ചെയ്യുന്ന കാര്യം എന്താണ്? അള്ളാഹുവിന്റെ മാത്രം അധികാരാവകാശങ്ങളിൽപ്പെട്ട അത്തശ്രീഅ്, മതത്തിന്റെ നിയമങ്ങൾ നിശ്ചയിക്കുക, നിർണയിക്കുക എന്നുള്ളത് ഇവർ കൂടി ചെയ്യുന്നു. വിദ്യാർത്ഥികാർക്ക് അതാണ്. അവർ മതത്തിന്റെ നിയമം അവരുടെ ആളുകൾ ഉണ്ടാക്കുകയാണ്, അള്ളാഹിന്റെ നിയമങ്ങൾക്ക് പുറമെ അവർ തന്നെ ഉണ്ടാക്കുകയാണ്. അത് നല്ലതാണ്, എന്നാൽ അതുകൂടി ആവട്ടെ. ഈ സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ കുഫറിലേക്ക് അകപ്പെട്ടതു തന്നെ. ഇതിൽ ഒരു ഷാഹിദുണ്ട്. ലിമാ നുഖില അനിസ് സലഫി അന്നൽ ബിദ്അ സബബുൽ കുഫർ. കുഫറിന്റെ ഒരു കാരണം അതാണ്. കാരണം
കുഫറിനുള്ള വാതിലങ്ങ് തുറന്നു വെച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിലൂടെ അങ്ങ് കയറിയാൽ മതി. പിന്നെ പൂർണ്ണമായി കുഫറിലേക്ക് അവർ അനായാസം കടന്നു പോയിക്കൊള്ളും. അതുപോലെ തന്നെ അത്താസിയത്തു മഅരിഫത്തു ശൈത്വാനി ബിമാ തഊലു ഇലൈഹിൽ ബിദ്അ വലൗ ഹസന ഖസ്ദുൽ ഫാഇൽ. ശൈത്വാനിന് നന്നായിട്ടറിയാം ബിമാ തഊലു ഇലൈഹിൽ ബിദ്അ, ഒരു ബിദ്അത്ത് തുടങ്ങിക്കിട്ടിയാൽ അത് അവസാനം എവിടെ ചെന്നാണ് അവസാനിക്കുക എന്നത്. ബിദ്അത്ത് ചെന്നവസാനിക്കുന്നത് എവിടെയായിരിക്കും? അത് കുഫറിലാണ്, അത് ശിർക്കിലാണ് അവസാനം ചെന്നെത്തുക എന്ന കാര്യം പിശാചിന് നന്നായിട്ടറിയാം. വലൗ ഹസുന ഖസ്ദുൽ ഫാഇൽ, ആ ബിദ്അത്ത് ചെയ്യുന്ന ആളുടെ ലക്ഷ്യം, ഉദ്ദേശം നല്ലതാണെങ്കിൽ പോലും അയാൾ നല്ല ലക്ഷ്യത്തിലായിരിക്കും ബിദ്അത്ത് ചെയ്യുന്നത്. പക്ഷേ ആ ബിദ്അത്ത് കൊണ്ട് അവസാനം അയാൾ ചെന്നെത്തുന്നത് കുഫറിലും ശിർക്കിലുമാണ് എന്ന് പിശാചിനറിയാം. അതുകൊണ്ടാണ് പിശാച് മഅസിയത്തുകളെക്കാൾ കൂടുതൽ ബിദ്അത്തുകളെ ഇഷ്ടപ്പെടുന്നത്. കഴിഞ്ഞ ദർസിൽ ആ കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഒരു മഅസിയത്ത് പിശാച് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ അവനിഷ്ടപ്പെടുന്നത്, വലിയൊരു മഅസിയത്ത് ഇഷ്ടപ്പെടുന്നതിനേക്കാളും അവനിഷ്ടപ്പെടുന്നത് ചെറിയൊരു ബിദ്അത്താണ്. കാരണം അത് കുഫറിലേക്ക് കടന്നു ചെല്ലാനുള്ള ചെറിയൊരു ദ്വാരം വീഴ്ത്തലാണ്. അതുകൊണ്ട് അവന് എളുപ്പം ജനങ്ങളെ കുഫറിലേക്ക് നയിക്കാൻ പറ്റും. അതുകൊണ്ട് മഅസിയത്തിനേക്കാൾ പിശാച് ഇഷ്ടപ്പെടുന്നത് ബിദ്അത്തിനെയാണ്. العاشرة പത്താമത്തേത് معرفة القاعدة الكلية وهي النهي عن الغلو ومعرفة ما يؤول إليه. പലപ്പോഴും ഇത്തരത്തിലുള്ള ഇഹ്ദാസിലേക്ക്, ഇത്തരത്തിലുള്ള ശുബ്ഹാത്തുകളിലേക്ക്, ഇത്തരത്തിലുള്ള മുഹദസാത്തുകളിലേക്ക്, ബിദ്അത്തുകളിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് എന്താണ്? മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് ഗുലുവാണ്. പ്രത്യേകിച്ചും അൽ ഗുലു ഫി മഹബ്ബത്തി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ വിഷയത്തിൽ അതിരുകവിയുക. അത് അതിരുകവിഞ്ഞാണ് കാര്യം അവിടത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഗുലുവ്, എല്ലാ തരത്തിലുമുള്ള ഗുലുവ് ഒറ്റയടിക്ക് അങ്ങോട്ട് നിർത്തിവെക്കുക. അത് ദീനിന്റെ രീതിയാണ്. എവിടെയാണോ ഒരു പഴുതുണ്ടാകുന്നത് ആ പഴുത് പൂർണ്ണമായിട്ടും കൊട്ടിയടക്കുക എന്നുള്ളത്, അതിനാണ് സദ്ദുൽ ദറാഇഅ, എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്യാന്നുള്ളത്. ഒരു തിന്മ അത് നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ശറഇൽ, അള്ളാന്റെ ശറഇൽ ഒരു വിലക്ക് വന്നാൽ ആ തിന്മ മാത്രമല്ല വിലക്കുന്നത്, ആ തിന്മയിലേക്ക് എത്തിക്കുന്ന എല്ലാ വഴികളും അതും കൂടി അടക്കും. അതിനാൽ തന്നെ ഗുലുവാണ് പലപ്പോഴും ഇഹ്ദാസിലേക്കും ബിദ്അത്തുകളിലേക്കും പിന്നീട് ശിർക്കിലേക്കും കുഫറിലേക്കും ശിർക്കിലേക്കും കൊണ്ടെത്തിക്കുന്നത് എന്നതു കാരണത്താൽ ഗുലുവിന്റെ മുഴുവൻ വാതിലുകളും കൊട്ടിയടച്ചു. മാരിഫത്തുൽ ഖാഇദത്തിൽ കുല്ലിയ, ആ പൊതുവായ തത്വം നമ്മൾ മനസ്സിലാക്കുക. വഹിയ അന്നഹിയു അനിൽ ഗുലൂ, ഗുലുവിനെ മൊത്തത്തിൽ വിലക്കി. വമഅരിഫത്തു മാ യഊലു ഇലൈഹി, കാരണം ഗുലൂ മഹാന്മാരോടുള്ള സ്നേഹത്തിൽ അതിര് കവിഞ്ഞാൽ അതെവിടത്തേക്കാണ് കൊണ്ടെത്തുന്നത്? അത് അവസാനം ബിദ്അത്തുകളിലേക്കും, ബിദ്അത്തുകൾ കുഫ്ർ ശിർക്കിലേക്കുമാണ് കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തം ഗുലുവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, ശറഅന്റെ നിയമപ്രകാരം വിലക്കിയത് അതുകൊണ്ടാണ്. അൽ ഹാദിയത അശ്റ, 11ാമത്തെ മസ്അല, മളറത്തുൽ ഉഖൂഫി അലൽ ഖബർ ലിഅജ്ലി അമലിൻ സ്വാലിഹ്. ഒരു ഖബറിന്റെ അടുക്കൽ ഭജനമിരിക്കുക എന്നുള്ളത് എന്തിനു വേണ്ടി? ലിഅജ്ലി അമലിൻ സ്വാലിഹ്, നല്ലൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരാൾ ഖുർആൻ ഓതുകയാണ്, ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് അയാൾ ഖബർ തെരഞ്ഞെടുത്തു. കാരണം ഖബറിന്റെ അടുക്കൽ പോയിട്ട് ഖുർആൻ ഓതുകയാണെങ്കിൽ ആ ഖബറിൽ ഉള്ള ആളെക്കുറിച്ച് ഓർമ്മ വരും. അയാൾ എന്തുമാത്രം ഇബാദത്ത് ചെയ്ത സ്വാലിഹായ മനുഷ്യനായിരുന്നു. അത് ഒന്നുകൂടി ഇദ്ദേഹത്തിന് ഈ ആരാധനയിൽ ഒന്നുകൂടി ഒരു മനസ്സാന്നിധ്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഖബറിന്റെ അരികിൽ പോയി ഖുർആൻ പാരായണം ചെയ്യാണ്, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലാണ്, അല്ലെങ്കിൽ നമസ്കരിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ ഖബറും മരണമൊക്കെ ഓർമ്മിക്കുമ്പോൾ ഒന്നുകൂടി മനസ്സിന് സാന്നിധ്യം കിട്ടും. ഇങ്ങനെ കരുതിയിട്ട് ഒരാൾ ചെയ്താലോ, അത് തുടക്കത്തിൽ അത് തുടങ്ങുന്ന ആളുടെ നിയ്യത്ത് സഹ്ഹത്തുൻ നിയ്യ, അയാളൊരു നല്ല ലക്ഷ്യത്തിനാണ് ചെയ്തത്. പക്ഷെ അത്
കുത്തിയൊലിച്ചങ്ങ് പോകും. പെട്ടെന്ന് ആ ഖബറിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള മഹാനെ സംബന്ധിച്ചുള്ള ഉലുവിലേക്ക് എത്തുകയും പിന്നീട് അയാളോടുള്ള ഇബാദത്തിലേക്ക് തന്നെ അതെത്തുകയും അത് തുടങ്ങുന്നത് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ നിന്നായിരിക്കും. ശുബ്ഹത്ത്, ആദ്യം ഞാൻ പറഞ്ഞത് ശുബ്ഹത്താണ്. ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക ഒക്കെ നന്മയുടെ മുഖമാണ് അതിനുള്ളത്. അതിന് നല്ല മനസ്സാന്നിധ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി പരലോകത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ചെല്ലാൻ വേണ്ടിയിട്ട് ഖബറിന്റെ അടുക്കൽ ചെന്നു. അപ്പോ എന്താ ഇതിൽ തെറ്റിന്നാ തോന്നുക? കാരണം അതിൻ്റെ ഒരു നന്മയുടെ മുഖം അയാൾ വരുത്തിയിട്ടുണ്ട്. അതിൽ നിന്നാണ് തുടങ്ങിയിട്ട് അവസാനം അങ്ങനെ തുടങ്ങി അവസാന ഖബറിലുള്ള ആളോട് എന്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരണേ എന്ന് അയാളോട് നേരെ ദുആ ചെയ്യുന്നിടത്തേക്ക് മനുഷ്യനിട്ടെത്തും. തുടങ്ങിയത് ഒരു ശുബ്ഹത്തിൽ നിന്ന് ചെന്നവസാനിക്കുന്നത് ഒരു ശിർക്കുൻ അക്ബറിൽ. അതുകൊണ്ട് തന്നെ അമലുൻ സ്വാലിഹിന് വേണ്ടി തന്നെയാണെങ്കിലും ഒരു ഖബറിന്റെ അടുക്കൽ പോയി ഇരിക്കുക എന്നുള്ളത് മളറ, അത് നമ്മുടെ ദീനിനെ പറ്റ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ്. അത് വസീലത്തും മിൻ വസായിലി ശിർക്കിൽ അക്ബർ, ശിർക്കുൽ അക്ബറിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന വഴികളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മുഹറമ, അത് തീർത്തും നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. الثانية عشرة معرفة النهي عن التماثيل والحكمة في إزالتها. തമാസീലുകളൊക്കെ വിലക്കിയിട്ടുണ്ട്. പ്രതിരൂപങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് അത് വിലക്കിയിട്ടുണ്ട്. വൽ ഹിക്മ ഫി ഇസാലത്തിഹ, അത് നീക്കം ചെയ്യുന്നതിലുള്ള ഹിക്മത്ത് എന്താണ് അതും അവിടെ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തമാസീൽ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ആ തമാസീലിന്റെ ഇനത്തിലാണ് സൂറകളും പെടുന്നത്, ചിത്രങ്ങളും പെടുന്നത്. അതിന്റെ ഏറ്റവും വലിയ ദോഷം, ഒന്നാമത്തെ ദോഷം ഇതാണ്. ഒന്നാമത്തെ ദോഷം, ഏതെങ്കിലും ഒരു മഹാന്റെ രൂപമാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ അയാളോടുള്ള ഉലുവിന് അയാളോട് കാണിക്കുന്ന മഹബത്ത്, ആ മഹബത്തിന്റെ ഒരു പരിധിയുണ്ട്. പരിധി വിട്ടിട്ട് അപ്പുറത്തേക്ക് പോകാൻ ഇത് കാരണമാകുന്നു. ആ ഉലുവ് പിന്നീട് വിദഅത്തിലേക്കും ആ വിദഅത്ത് പിന്നീട് കുഫ്ർ ശിർക്കിലേക്കും എത്തിക്കുന്നു. ഇതാണ് അതിന്റെ ഒരു വജ്ഹ്. രണ്ടാമത്തേത്, കൃത്യമായി ഒരു രൂപമുണ്ടാക്കുകയാണെങ്കിൽ യുലാഹിഊന ഖൽഖല്ലാഹ്, അള്ളാഹ് അവന്റെ സൃഷ്ടികളെ സൃഷ്ടിച്ച സൃഷ്ടിപ്പിനോട്, അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ള അവന്റെ സൃഷ്ടിപ്പിനോട് അതിനോട് സാദൃശ്യം പുലർത്താൻ ഒരാൾ ശ്രമിക്കുന്നു. ആ മുലാഹാത്ത് തന്നെ അള്ളാഹുവിനോടുള്ള മുശാഖത്താണ്, അള്ളാഹുവിനോടുള്ള മുഹാദ്ദത്താണ്. ഐനുൽ മുഹാദ്ദ ലില്ലാഹി വ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ രണ്ടാമത് ആ കാരണം കൊണ്ട് ഞാൻ ഇബാദത്തിന്റെ വശമൊന്നും വരുന്നില്ല, വേറെ കാര്യത്തിലാണെങ്കിൽ പോലും അതിൽ മുലാഹാത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തമാസീലുകളൊക്കെ നീക്കം ചെയ്യണം. കാരണം ആ തമാസീലുകൾ ഏതിലേക്ക് കൊണ്ടെത്തിക്കുന്നു? ആ തമാസീലുകൾ അവരോടുള്ള ഉലുവിലേക്ക് കൊണ്ടെത്തിക്കും. ആ ഉലുവാണ് പിന്നീട് ശിർക്ക് വരെ ഉള്ള വഴിയിലേക്ക് നമ്മളെ തള്ളിവിടുന്നത്. الثالثة عشرة معرفة عظم شأن هذه القصة وشدة الحاجة إليها مع الغفلة عنها. ഈ കഥ അത് വളരെ മഹത്തരമായിട്ടുള്ള പാഠങ്ങൾ നൽകുന്ന കഥയാണ്. അഥവാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൊട്ട് മുമ്പത്തെ തലമുറയിൽ ജീവിച്ചിരുന്ന വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ പോലുള്ള ആ മഹാന്മാർ മരണപ്പെട്ടു പോയപ്പോൾ പിശാച് വന്നുകൊണ്ട് ജനങ്ങളോട്, അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ആളുകളോട് നാട്ടുകൾ നാട്ടാൻ പറഞ്ഞ, അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ നാട്ടം മാറ്റിയിട്ട് പകരം തിൽസാലുകൾ, രൂപങ്ങൾ തന്നെ സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞ, പിന്നെ അവരെ തന്നെ ആരാധിക്കുന്നതിലേക്ക് പിശാച് ജനങ്ങളെ കൊണ്ടുപോയിട്ടുള്ള ഈ കഥ അത് വളരെ വലിയൊരു ഗുണപാഠം നൽകുന്നുണ്ട്. മാനവരാശിയിൽ ആദ്യമായിട്ട് ശിർക്ക് കടന്നു വന്നിട്ടുള്ളത് അങ്ങനെയാണ്. മിൻ ബാബി അൽ ഗുലൂവി ഫി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളോടുള്ള സ്നേഹം അതിന് കവിഞ്ഞുകൊണ്ടാണ് ശിർക്കിലെത്തിയത്. അങ്ങനെയാണ് മാനവരാശിയിൽ ആദ്യത്തെ ശിർക്ക് സംഭവിച്ചിട്ടുള്ളത്. വശിദ്ദത്തുൽ ഹാജത്തി ഇലൈഹ, അത് നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് ആ കഥ അത് മനസ്സിലാക്കുകയും അതിന്റെ പാഠം ഉൾക്കൊള്ളുകയും ചെയ്യാൻ വളരെ അത്യാവശ്യമുള്ളതാണ്. മഅൽ ഗഫലത്തി അൻഹ, ആരും ഇന്നക്കാര്യം മനസ്സിലാക്കുന്നില്ല. ഇന്നെല്ലാവരും ഒരു പ്രാദേശിക നേതാവ് മരിച്ചാൽ പോലും അദ്ദേഹത്തിന്റെ വലിയൊരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അനാച്ഛാദനം ചെയ്യണം. എല്ലാവരും ചെല്ലുന്ന ഏതെങ്കിലും ടൗൺ ഹാളിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ. അങ്ങനെ പിന്നെ അദ്ദേഹത്തെ വർഷാവർഷം നമുക്ക് അനുസ്മരിക്കണം.
പിന്നെ അദ്ദേഹത്തിന് അതും പോരാ, നമ്മുടെ നാൽക്കവലയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ നമുക്ക് സ്ഥാപിക്കണം. ഏറ്റവും അധികം തിരക്ക് പിടിച്ച നാൽക്കവലയിൽ വാഹനങ്ങൾ തിരിയുന്നിടത്ത് അദ്ദേഹത്തിന്റെ ഒരു അർദ്ധകായ പ്രതിമ അല്ലെങ്കിൽ പൂർണ്ണകായ പ്രതിമ. പിന്നെ അത് മാത്രമല്ല, അതിന്മേൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഒരു മാലയും ചാർത്തണം. പിന്നെ അതിന്റെ അടുക്കൽ പോയിട്ട് എല്ലാ ദിവസവും രാവിലെ നമുക്ക് എന്തെങ്കിലും തിരി കത്തിക്കുകയും വേണം. പിന്നെ അതിന്റെ മുന്നിൽ കൈകൂപ്പണം വിനയപൂർവ്വം. പിന്നെ അതിനെ ആരാധിക്കണം. ഇത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന സർവ്വസാധാരണ. ഒരു തരത്തിലും ആരാധനോ മനോഭാവം തോന്നാൻ ഒരു സാഹചര്യമില്ലാത്ത ലൊട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാര്യം അതിങ്ങനെയാണ് അവസാനം ചെന്നെത്തുന്നത്. അന്ന് ആ രാഷ്ട്രീയ നേതാവിന്റെ പടം പിടിച്ചു വെച്ചിട്ടുള്ള ആളുകൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ രൂപത്തിലേക്ക് എത്തും എന്നുള്ളത്. അങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടെത്തുന്നത്. അതുകൊണ്ട് ഇന്ന് ജനങ്ങൾ അതിനെക്കുറിച്ചിട്ട് വളരെ അശ്രദ്ധരാണെങ്കിലും ആ പാഠം, ആ കഥ അത് വീണ്ടും പുനർവായന നടത്താനും അതിന്റെ മഹത്തായ ഗുണപാഠം വീണ്ടും വീണ്ടും ഉൾക്കൊള്ളാനും നമ്മൾ വളരെ അത്യാവശ്യക്കാരാണ്. അറാബിയത്തെ അശ്റ വഹിയ അജബ് വഅജബ്, 14ാമത്തെ മസ്അല, ഏറ്റവും വളരെ വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യം, ഖിറാഅത്തുഹും ഇയ്യാഹ ഫീ കുതുബി തഫ്സീരി വൽ ഹദീസ്, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും അവർ വായിക്കുന്നു. വമഅരിഫത്തുഹും ബിമഅനൽ കലാം, ആ തഫ്സീറിലോ അല്ലെങ്കിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലോ വന്നിട്ടുള്ള വാക്കിന്റെ അർത്ഥം, ആശയം അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു. വകൗനുല്ലാഹി ഹാല ബൈനഹും വബൈന ഖുലൂബിഹിം, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ഈ പറഞ്ഞത് ബുഖാരിയുടെ സ്വഹീഹിൽ തന്നെയുള്ള കഥയാണ്. അതും അവിടുന്ന് അങ്ങോട്ട് താഴേക്കുള്ള എല്ലാ ദവാവീനുകളും, ദവാവീനു അഹ്ലി സുന്ന, ഹദീസ് ക്രോഡീകരിച്ചിട്ടുള്ള എല്ലാ സമാഹാരങ്ങളിലും ഈ കഥ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുഫസ്സിരീകളായ മുഫസ്സിറുകളൊക്കെ ഈ ആയത്തിന്റെ തഫ്സീറിൽ, സൂറത്ത് നൂഹിന്റെ തഫ്സീറിൽ അവർ ഈ കഥ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വളരെ ഏതൊരാൾക്കും വായിച്ചാൽ സുവ്യക്തമായും മനസ്സിലാകുന്ന അതീവ ലളിതമായ ഭാഷയിലാണ് താൻ. ഇതൊക്കെ മനസ്സിലായിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെയും അതിന്റെയും അവരുടെ ഹൃദയത്തിന്റെയും ഇടയിൽ മറ സൃഷ്ടിക്കുന്നു. ഹത്താ തഖദു, അവസാനം അവർ കരുതുന്നത് അന്ന ഫിഅല ഖൗമി നൂഹ് ഹുവ അഫ്ളലുൽ ഇബാദാത്ത്, നൂഹ് നബിയുടെ ആ ഖൗമ് ചെയ്തിട്ടുള്ളത് അത് അഫ്ളലുൽ ഇബാദാത്ത്, ശ്രേഷ്ഠകരമായ ഒരു ഇബാദത്തായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണല്ലോ കുട്ടികളെ ചിലപ്പോൾ സ്കൂളിലൊന്നും കാണൂല. ഇന്നലെ എവിടെ ഒരു നേർച്ച ഉണ്ടായിരുന്നു, അതിൽ പോയതാണ്. വളരെ ഒരുപക്ഷെ നമുക്ക് ഇത് ഇങ്ങനെയൊക്കെ നിലനിൽക്കുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് നമുക്കുള്ളൊരു സംശയം ഉണ്ടാകും. ആ സംശയം തീർക്കാൻ വേണ്ടി ആ ഉദാഹരണം പറയാണ്. സാധാരണ സ്കൂളുകളിലൊക്കെ വരുന്ന കുട്ടികൾ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എവിടെ പോയി എന്ന് ചോദിച്ചാൽ, സാർ ഒരു നേർച്ച ഉണ്ടായിരുന്നു, അതിന് പോയതാണ്. എന്തായിരുന്നു നേർച്ച? ജ്യേഷ്ഠന് ഗൾഫിൽ നിന്ന് വിസ നഷ്ടപ്പെട്ട് വന്നപ്പോൾ ജ്യേഷ്ഠന് ഒരു നേർച്ച ചേർന്നിരുന്നു. ആ നേർച്ച അത് മമ്പുറത്തേക്ക് അത് പോയി, അതിന് ഫാമിലി ഒന്നിച്ച് നേർച്ചയ്ക്ക് പോകണം, അതിനു വേണ്ടി പോയതാണ്. അങ്ങനെ മമ്പുറത്ത് പോയിട്ട് ഖബറിന്റെ അടുക്കൽ, ഭീമാപ്പള്ളിയിൽ പോയിട്ട് അവിടുത്തെ ജാറത്തിങ്കൽ, അങ്ങനെ തുടങ്ങി ഒരുപാട് കേന്ദ്രങ്ങൾ അതിൽ നാട്ടിവെച്ചതുണ്ട്, അതിൽ കിടത്തി വെച്ചതുണ്ട്. ചിലത് ചില പ്രദേശത്തിന് തന്നെ ആ ഭവ്യത അവർ കൽപ്പിക്കുന്നു, ചിലത് ആ ഖബറിന് കൽപ്പിക്കുന്നു, ചിലത് ആ ഖബറിൽ അടക്കം ചെയ്യപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന മഹാന് വേണ്ടി കൽപ്പിക്കുന്നു. ഇങ്ങനെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അത് ചെയ്യുന്നത്, അതാണ് ഏറ്റവും വലിയ പുണ്യകർമ്മം. ബാക്കി ഏത് കാര്യവും, എന്നാൽ വെള്ളിയാഴ്ച ഈ പറഞ്ഞ ആളുകൾ വെള്ളിയാഴ്ച ജുമുഅക്ക് പോയിക്കൊള്ളണമെന്നില്ല. അപ്പൊ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ടാവും. ഹരിമ അലൈഹൽ കബീർ വതറബ്ബ അലൈഹി സഗീർ, ചെറിയവർ ഇതിലാണ് വളരുന്നത്, ഇതിലാണ് വലിയ ആളുകൾ അവരങ്ങനെ പ്രായാധിക്യമുള്ളവരായി തീർന്നത്. ഇത് കണ്ടാണ്. അങ്ങനെ ഏറ്റവും വലിയ ഇബാദത്ത് അതാണ്. ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറി. വഅതഖദു അന്നമാ നഹല്ലാഹു വറസൂലുഹു അൻഹു ഫഹുവൽ കുഫ്റുൽ മുബീഹു ലിദ്ദമി വൽ മാൽ. വഅതഖദു, അവർ വിശ്വസിച്ചു, ഇതാണ് ശരി, ഇതാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് എന്നാണ് അവർ വിശ്വസിച്ചത്. അഥവാ അള്ളാഹു അല്ലാത്ത ഇത്തരം വ്യക്തികളെ അല്ലെങ്കിൽ ശക്തികളെ അല്ലെങ്കിൽ മഹാന്മാരെ അവർക്ക് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അത് മാ നഹല്ലാഹു അൻഹു വറസൂലുഹു അൻ, അള്ളാഹുവും റസൂലും വിലക്കിയിട്ടുള്ള കാര്യമാണ് ഇവർ അഖീദയായി സ്വീകരിച്ചത്.
ഫഹുവൽ കുഫ്റുൽ മുബീഹ്. അവരവരുടെ അഖീദയായി അവരുടെ ദീനായിട്ട് അവർ സ്വീകരിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ എന്താണ്? കുഫ്റാണ്. അൽ മുബീഹു ലിദ്ദം വൽ മാൽ. അത് അവരുടെ രക്തത്തെയും അവരുടെ ധനത്തെയും അനുവദിക്കുന്ന, അവരോട് യുദ്ധം ചെയ്യാൻ പറ്റുന്ന, അവരുടെ സ്വത്ത് കണ്ടുകെട്ടാൻ പറ്റുന്ന തരത്തിലുള്ള കുഫറാണ്. ആ കുഫറാണ് ശരിയായ അഖീദയായി ശരിയായ ദീനായിട്ട് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അൽ ഖാമിസത അശ്റ, 15ാമത്തെ മസ്അല അത്സ്രീഹു അന്നഹും ലം യുരീദു ഇല്ല ശഫാഅ. ഇതൊക്കെ പറഞ്ഞാൽ അവസാനം അവരുമായി ഒരു വിശകലനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാം ചെന്നവസാനിക്കുന്നത് സിംഗിൾ പോയിന്റിലാണ്. മക്കാ മുശ്രിക്കുകൾ നടത്തിയിട്ടുള്ള അതേ ന്യായം അത് 2 ആയത്തുകളിൽ അല്ലാഹു വ്യക്തമാക്കി തന്നതാണ്. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ഇല്ല, ഇവർക്കൊന്നും ഒന്നുമില്ല, ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അവരൊക്കെ അള്ളാന്റെ ഇഷ്ടദാസന്മാര്, ഔലിയാക്കന്മാര്. അള്ളാന്റെ അടുക്കൽ അവർക്ക് ശിപാർശ പറയാൻ പറ്റും. ഞങ്ങൾ അവരെ തൃപ്തിപ്പെടുത്തിയാൽ, അവരെ പ്രീതിപ്പെടുത്തിയാൽ അവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിച്ചു തരും. അതിന്റെ ശിപാർശക്കാരാണ്. അത്രയുള്ളൂ. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ഇതാണ് അവരുടെ വാദം. ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله. അവർക്കൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്തവരെ അവർ ആരാധിക്കുന്നു. അങ്ങനെയുള്ളവരെ ഉപകാരം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഉപദ്രവം ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്തിനവരെ നിങ്ങൾ ആരാധിക്കുന്നത്? അപ്പൊ അതിന് അവർക്ക് പറയുന്ന കാരണം ഇതാണ്, ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്. എല്ലാ ഉപകാരവും നമുക്ക് ചെയ്തു തരുന്ന, നമ്മളിൽ നിന്ന് എല്ലാ ഷർറും തട്ടിമാറ്റാൻ കഴിവുള്ളവനായ അള്ളാഹ്, ആ അള്ളാഹുവിങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ശുപാർശ പറയുന്ന ശുപാർശക്കാരാണ് ഇവർ. ഇതാണ് അവരുടെ വാദം. ശഫാഅത്ത് മാത്രമാണ് അവരുടെ വാദം. എന്നും അതന്നെ അവസാനം ചോദിച്ചു നോക്കിയ ശഫാഅത്ത് തന്നെയാണ്. السادسة عشرة 16ാമത്തെ മസ്അല ظنهم أن العلماء الذين صوروا الصور أرادوا ذلك. ظنهم അവർ കരുതി أن العلماء الذين صوروا الصور أرادوا ذلك. ആ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഇതാണ് ഉദ്ദേശിച്ചത് എന്ന്. യഥാർത്ഥത്തിൽ അത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഉലമാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വദ്ദിനെയും സുവാഇനെയും യഊസിനെയും യഊഖിനെയും നേരിട്ട് കണ്ട ആ ആളുകളുണ്ടല്ലോ, അവരെയാണ് ഇവിടെ ഉലമാക്കൾ എന്ന് പറഞ്ഞത്. അവര് ആദ്യത്തിൽ ഇവരുടെ രൂപങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നാട്ടുകയോ അല്ലെങ്കിൽ പിന്നീട് അതിന്റെ രൂപം ഉണ്ടാക്കുകയോ ചെയ്തത് അവരെ ആരാധിക്കാൻ വേണ്ടിയല്ല, അത് അവരെ ഓർക്കാൻ വേണ്ടിയാണ്. അവരെ ഒന്ന് ഓർക്കാൻ വേണ്ടിയാണ്. നല്ലവരായ ആളുകളെ ഓർക്കുകയും അവരുടെ ഇബാദത്തുകളും അവരുടെ ജീവിത രീതികളും മാതൃകയാക്കുകയും ചെയ്യാൻ അതിനു വേണ്ടിയാണ് അവർ ചെയ്തത്. ആ ഒരളവിൽ അത് എന്തായിരിക്കാം, ഒരു പക്ഷേ അതവരുടെ നിയ്യത്ത് സഹീഹത്തായിരിക്കാം. പക്ഷേ കാര്യം അവിടെ നിൽക്കൂല. അതുകൊണ്ടാണ്, ഈ കാരണത്താലാണ് അതിന്റെ ആ മാദ്ദ തന്നെ ആ വിഷയം മൊത്തം അവസാനിപ്പിക്കണം. അതുകൊണ്ട് തന്നെ പാടില്ല അൽ ഗുലൂ ഫി സ്വാലിഹീൻ. അതുകൊണ്ട് തന്നെ അത്തസ്വീർ മൊത്തം, ഒലുമ്പ് മൊത്തം ആ വഴിയിലേക്ക് പോകുന്ന അതിന് നേരെ പോകുന്ന എല്ലാ വഴിയും അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു. السابعة عشر البيان العظيم في قوله لا تطروني كما طرت النصارى ابن مريم فصلوات الله وسلامه على من بلغ المبين. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയൊരു വിശദീകരണമുണ്ട്. ലാ തുത്റൂനി, എന്നെ നിങ്ങൾ പുകഴ്ത്തരുത്. കമാ തറത്തിൻ നസ്വാറ ഇബ്നു മറിയം, ക്രൈസ്തവർ ഈസ ഇബ്നു മറിയമിനെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. എവിടെ ഒലുമ്പിലേക്ക് എത്തുന്ന പുകഴ്ത്തൽ വന്നുവോ അവിടെ ആ ഓരോ സംഭവവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കുകയും അതിലുള്ള ഹഖ് അവർക്ക് സന്ദർഭോചിതമായി ബയാൻ ചെയ്തു കൊടുക്കുകയും ചെയ്തു. പിന്നെ മൊത്തത്തിൽ ഇല്ല, എന്റെ കാര്യത്തിൽ അതിന് കവിയാൻ പാടില്ല. ലാ തുത്റൂനി കമാ അത്റത്തിൻ നസ്വാറ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയമിനെ ക്രൈസ്തവരായ ആളുകൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്ന് വിലക്കുകയും ചെയ്തു. ഫസലവാത്തുല്ലാഹി വസലാമുഹു അലാ മൻ ബല്ലഗൽ ബലാഗൽ മുബീൻ. ഏറ്റവും വ്യക്തമായ രൂപത്തിൽ ഈ ഹഖ് അള്ളാഹുവിന്റെ മാത്രമായിരിക്കണം. ഉബൂദിയത്ത്, ഉലൂഹിയത്ത് അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. ഈ പരമമായ സത്യം ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധം ബലാഗുൻ മുബീൻ, പൂർണ്ണമായ വ്യക്തതയിൽ ജനങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുള്ള റസൂലുള്ളാഹിക്ക് അള്ളാഹുവിന്റെ സ്വലാത്തും സലാമും ഉണ്ടായിരിക്കട്ടെ. അസ്സാമിനത അശ്റ നസീഹത്തുഹു ഇയ്യാനാ ബിഹലാക്കിൽ മുത്തനത്തിഈൻ. നസീഹത്തുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉപദേശിച്ചിരിക്കുകയാണ്.
ഇയ്യാണ് നമ്മെ ബിഹലാക്കിൽ മുത്തനത്തിഈങ്ങൾ നശിച്ചു പോകുന്ന കാര്യം പറഞ്ഞിട്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ദീൻ ഒരാൾ പറയാൻ തുടങ്ങുമ്പോ അത് ലളിതമായ ഭാഷയിൽ ആർക്കും പിടുത്തം കിട്ടാത്ത സൈദ്ധാന്തികവൽക്കരിച്ചിട്ടുള്ള ഭാഷയും പദവും ശൈലിയും ഒരാൾ പറഞ്ഞ അത് വിടണം. സൈദ്ധാന്തികമായ ഭാഷ ഒരാൾ സ്വീകരിക്കാൻ സമ്മതിക്കരുത്. അത് തനത്തുആണ്. അള്ളാന്റെ ദീനിന് അതിന്റെ ആവശ്യം. തനത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തശ്രീഖുൽ കലാം, വാചകങ്ങൾ ശരിക്കിങ്ങനെ പടപ്പിച്ച് വളച്ചു തിരിച്ച് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകാത്ത വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും. ഇതെന്തിനു വേണ്ടിയാണ്? ഒരു ബാത്തിലിനെ ഹക്കാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വ്യാഖ്യാനത്തിന്റെ കസർത്തിൽ വെല്ലെന്ത് ചെയ്യും? ഒരു ബാത്തില് രണ്ട് ഹത്തിന്റെ നടുക്കൽ വെല്ലം അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കും. മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നിട്ടുള്ള ദീനുൻ നബിയ്യി മുഹമ്മദുൻ ആസാറു നിഅമൽ മത്തിയ്യതു ലിൽ ദീനുൻ നബിയ്യി മുഹമ്മദിൻ അഖ്ബാറു നിഅമൽ മത്തിയ്യതു ലിൽ ഫതാ ആസാറു. അത് വളരെ കൃത്യമായിട്ടുള്ള അഖ്ബാറുകളാണ്, വളരെ കൃത്യമായിട്ടുള്ള അഖ്ബാറുകളാണ്. അതുകൊണ്ട് ഏതൊരു കാര്യം അഖീദയാണ്, അതിന് വളവും പുളവുമില്ലാത്ത നേർക്ക് നേരെയുള്ളൊരു വചനം വേണം, ഒരസറ് വേണം. ഇബാദത്താണോ വളച്ചിട്ട് തിരിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ അതിലേക്കൊന്നും പോകേണ്ടതില്ല, നേർക്ക് നേരെയുള്ളൊരു അസറ് വേണം. തനത്തൊഴിൽ ഒരാൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ തനത്തൊഴിൽ ഏതിലേക്കാണ് എത്തിക്കുന്നത്? ആ തനത്തൊഴിൽ ലബ്സുൽ ഹഖ് ബിൽ ബാത്തിലിലേക്കാണ് എത്തുന്നത്. അതിനു വേണ്ടിയാണ് തനത്തൊഴിൽ നടത്തുന്നത്. അതുകൊണ്ട് മുത്തനസ്സികൾ മുഴുവനും നശിക്കും. നിങ്ങൾ എവിടെ നിങ്ങൾ എടുത്തു നോക്കിക്കോളി. അതുകൊണ്ടാണ് അഹ്ലുസുന്നയുടെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുക, അത് ലളിതമായ ഭാഷയിൽ ട്വിസ്റ്റ് ചെയ്യാതെ നേർക്ക് നേരെ പച്ചക്ക് കാര്യങ്ങളെന്ന് പറഞ്ഞു പോവുക ചെയ്യും. അതിന് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഹുക്മ് പറയും. അതിനുള്ള തെളിവ് ഖാല അല്ലാഹു ഖാല റസൂലുഹു വഖാല സ്വഹാബത്തു, അത് പറയും. അപ്പൊ ചില ആളുകൾക്കൊന്നും അത് വായിച്ചാൽ എന്താവില്ല, ഇഷ്ടാവില്ല. അതിന് ഒരിക്കലും എന്തില്ല, ഒരു ഫിലോസഫി ടച്ചില്ല, അതിനൊരു ദാർശനികമായിട്ടുള്ള ഒരു ശൈലി അതിനില്ല, അതിനൊരു പുതുമല്ല, അതിനങ്ങനെ വായിക്കാവുന്ന റീഡബിലിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇതൊക്കെ ഏറ്റവും വലിയ അബദ്ധമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് രണ്ട് ഹത്തിന്റെ അടിയിൽ വലിയൊരു ബാത്തിലിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മുത്തനത്തിഈങ്ങൾ കാര്യം അത്ര ആവശ്യമുണ്ട്. ഖാല അല്ലാഹു വഖാല റസൂലുഹു വഖാല സ്വഹാബത്തു, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം, അതിലൊരു കാര്യം പറഞ്ഞാൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ, സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞാൽ സ്വീകരിക്കുകയും ചെയ്യുകയും വേണം. അതിലൊരു കാര്യം വിലക്കുകയും വരുത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണം. അതിലൊരു കാര്യത്തെ സംബന്ധിച്ച് മൗനം പാലിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമുക്ക് ആവശ്യമല്ല. ദുനിയാവിൽ ജീവിക്കാനും പരലോകത്ത് അള്ളാന്റെ അടുക്കൽ അവന്റെ സ്വർഗം കരസ്ഥമാക്കാനും ആ വിഷയം നമുക്ക് ആവശ്യമല്ല. അത് നമ്മൾ വിടണം. ശരാൾ മൗനം പാലിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ആ കാര്യത്തിൽ നമ്മളിങ്ങനെ ചർച്ച ചെയ്തിട്ട് ആലോചിച്ചുണ്ടാക്കിയിട്ട് അതിന് വഴി ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, നമുക്കത് ആവശ്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലാത്തത്. നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇതാണ് കാര്യം. التاسعة عشرة التصريح بأنها لم تعبد حتى نسي العلم. ആ റിവായത്തിൽ തന്നെ തസ്രീഹായിട്ട് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് ഈ വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടത്, അല്ലെങ്കിൽ വദ്ദിന്റെയും സുവാളിന്റെയും യഹൂസിന്റെയും യഊഖിന്റെയും നസ്റിന്റെയും ഒക്കെ തന്നെ ബിംബങ്ങൾ എപ്പോഴാണ് ആരാധിക്കപ്പെട്ടത്? ഹത്താ നുസിയൽ ഇൽം. വദ്ദിനെ കുറിച്ചും സുവാളിനെ കുറിച്ചുമുള്ള ശരിയായ അറിവ് അത് മറന്നു പോകുന്നത് വരെ ആരാധിച്ചില്ല. അതിനെ കുറിച്ചുള്ള അറിവ് മറന്നു പോയപ്പോഴാണ്. ഒരു കാര്യത്തിൽ ഇൽമ്, അതുകൊണ്ട് ഇൽമ് നഷ്ടപ്പെട്ടു പോവുകയും കാര്യങ്ങൾ ജനങ്ങൾ മറന്നു തുടങ്ങുകയും ചെയ്താൽ അല്ലാത്തവർ ആരാധിക്കപ്പെടും. അതാണ് അതിന്റെ കാര്യം. ആദ്യം വലിയ അബദ്ധമില്ലാത്ത
ഒരു ശുഭത്ത് മാതിരിയുള്ള ഒരു കാര്യം ചെയ്യിച്ചു, അതവിടെ നിർത്തി. ആ ആളുകൾ ആ ഇൽമ് അത് മറക്കുകയും അതുള്ള തലമുറ നശിക്കുകയും ചെയ്തപ്പോൾ, അവർ മരിച്ചു പോവുകയും ചെയ്തപ്പോൾ അടുത്ത തലമുറയിൽ ചെന്നിട്ട് പെട്ടെന്ന് പിശാച് വേറെ കാര്യത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത്. ഫഫീഹ ബയാനു മഅരിഫത്തി ഖദ്രി വുജൂദിഹി. ഈ ഹദീസ് ഇതിൽ ബയാൻ ചെയ്തിട്ടുള്ളത് ഖദ്രി വുജൂദിഹി, ഇൽമ് അതൊരു സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഖദർ, അതിന്റെ മഹത്വം എത്രയാണ് എന്നത് അതിൽ വിശദീകരിക്കുന്നു. ഇൽമ് ഉയർത്തപ്പെട്ടുവോ അല്ലാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടും. ഇൽമ് നിലനിൽക്കുന്നുവോ ഇബാദത്തു ഗൈരില്ലാഹ് എന്ന് പറയുന്ന ശിർക്ക്, അല്ലാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടുക എന്ന ശിർക്ക് അത് തടയപ്പെടും. അത് തടയപ്പെടാനുള്ള ഏകമായ വഴി അത് ഇൽമിനെ നിലനിർത്തലാണ്. ഇൽമ് എപ്പോഴാണോ മറക്കുന്നത്, എപ്പോഴാണോ ഇൽമ് ഉയർത്തപ്പെടുന്നത്, അവിടെ അല്ലാഹു അല്ലാത്തവർ ആരാധിക്കപ്പെട്ടിരിക്കും. വമളറത്തു ഫഖ്ദിഹി, ഇതിൽ ഇൽമ് നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന മലറ, അതുകൊണ്ട് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് സംഭവിക്കുന്ന ദോഷങ്ങൾ എന്താണ് എന്നതിൽ ഭംഗിയായി വിശദീകരിച്ചിട്ടുണ്ട്. അൽ ഇശ്റൂൻ അന്ന സബബ ഫഖദുൽ ഇൽമി മൗത്തുൽ ഉലമ. ഇൽമ് നശിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇൽമ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ മനസ്സിലാക്കി വെച്ചത്, ഇൽമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂസാ നബിന്റെ താബൂത്ത് പെട്ടി വരുന്ന മാതിരത്തിൽ വരവാണ് ഇൽമ് വരിക എന്നാണ്. അങ്ങനെ ഇൽമ് വരൂല. ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, അയ്യേത്തിയക്കും താബൂത്ത്, നിങ്ങൾക്ക് പെട്ടി വരലാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചില അവശേഷിപ്പുകൾ അടക്കം ചെയ്തിട്ടുള്ള ആ പെട്ടി തഹ്മിലുഹുൽ മലായിക, മലക്കുകൾ ഇങ്ങനെ വഹിച്ചു കൊണ്ടിട്ട് ഇങ്ങനെ കൊണ്ടിട്ട് അവരുടെ അടുക്കലൊക്കെ വരും എന്ന മാതിരി ഇൽമ് ഇങ്ങനെ വരൂല. ഇൽമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുന്നത് ഉലമാക്കളിലൂടെയാണ്. ഇൽമു ഇവിടെ കൊണ്ടുവന്നത്, ആദ്യമായി ഇൽമു നമുക്ക് മാനവലോകത്തിന് അഥവാ ഈ ഉമ്മത്തിന് അല്ലാഹു കൊടുത്തിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ആ ഇൽമു കൊണ്ടുപോയിട്ടില്ല. വഇന്നി താരികുൻ ഫീകും സഖലൈൻ അവ്വലുഹുമാ കിതാബുല്ലാഹ് ഫീഹിൽ ഹുദാ വന്നൂർ. രണ്ട് കാര്യം നിങ്ങളിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്, കിതാബും റസൂലുള്ളാഹിന്റെ സുന്നത്തും. ആ ഇൽമു അവിടെ തന്നെ തന്നിട്ടാണ് പോയത്. അതാരെ ഏൽപ്പിച്ചത്? അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. ഉലമാക്കൾ, ഉലമാഉ റബ്ബാനിയൂൻ അഹ്ലുൽ ഇൽം, അവരാണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് രണ്ട് കൈയും നീട്ടിയിട്ട് സന്തോഷപൂർവ്വം ഏറ്റെടുത്തു വാങ്ങിയിട്ടുള്ളത്. അവര് അതുപോലെയുള്ള ഉദൂറുകളിലേക്ക് പിന്നീട് അത് കൈമാറിപ്പോന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇൽമ് എന്നൊരു സംഗതി ഉണ്ടാകണമെങ്കിൽ ആലിം എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടാവൽ നിർബന്ധമാണ്. ആലിമിലൂടെയാണ് ഇൽമ് കൈമാറി നിലനിർത്തി കൈമാറിപ്പോരുന്നത്. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള സഹിഹായ ഹദീസിൽ കാണും, ഇൽമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് യൻതസിഉഹു മിൻ ഖുലൂബിൽ ഇബാദ്. ഇൽമ് ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു സന്ദർഭത്തിൽ ആ ഇൽമ് പെട്ടെന്ന് മനസ്സിൽ നിന്ന് അല്ലാഹു ഊരിയെടുക്കുകയല്ല ചെയ്യുന്നത്. ഇൽമ് ഉയർത്തുന്ന രീതി മനസ്സിൽ നിന്ന് ആ ഇൽമ് മറപ്പിച്ചു കളഞ്ഞ് ഊരിയെടുക്കലല്ല, മറിച്ച് ബിഖബ്ദിൽ ഉലമാ, ഉലമാക്കളെ നിര്യാണത്തിലൂടെ ഉലമാക്കളെ അല്ലാഹു പിടിക്കുന്നു, ഉലമാക്കളെ അല്ലാഹു മരിപ്പിക്കുന്നു. അവർ മരിച്ചാൽ, പിന്നീട് ഒരു ആലിം മരിച്ചാൽ ആ ആലിമിന്റെ സ്ഥാനത്ത് നിൽക്കാവുന്ന മറ്റൊരു ആലിം ഉണ്ടാവില്ല. മൗത്തുൽ ആലിമി സുൽമ ലാ തസുദ്ദുഹാ ശൈ മാ ദാമത്തിസ് സമാവാതു വൽ അർദ് മാ തആഖബത്തിൽ ലൈലു വൻ നഹാർ. ഒരു ആലിം മരിച്ചാൽ അതൊരു ഗ്യാപ്പാണ്. അത് പിന്നെ പരിഹരിക്കാൻ, അത് തീർക്കാൻ ഒന്നിനും സാധ്യമല്ല. രാപ്പകലുകൾ മാറി വരുന്ന കാലമത്രം, ആകാശഭൂമികൾ നിലനിൽക്കുന്ന കാലമത്രയും ആ ഗ്യാപ്പ് പരിഹരിക്കപ്പെടൂല. അതുകൊണ്ട് തന്നെ ആലിം ഇൽമിനെ വഹിച്ചു കൊണ്ടുവരുന്നു. ഇൽമിനെ ചിലപ്പോൾ കൈകാര്യം ചെയ്യാൻ, അത് മോശമാക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പൊ എന്ത് ചെയ്യും? സനാദിഖ, സിന്ദീഖുകൾ, അവരുടെ മൻഹജ്, അവർ കൈക്കൊണ്ടിട്ടുള്ള രീതി, അവരുടെ മാർഗം എന്താണ്? ഇൽമ് അള്ളാഹു ഇറക്കിയിട്ടുള്ള അവന്റെ വഹയിൽ പറഞ്ഞിട്ടുള്ള ആ ഇൽമ് അത് മോശം എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ സമീപിച്ച് കാര്യം നേടിയെടുക്കുക സാധ്യമല്ല. അപ്പൊ സനാദിഖ അവർ സ്വീകരിച്ചിട്ടുള്ളത് ഈ ഇൽമിനെ നശിപ്പിക്കാൻ വേണ്ടി. ഇൽമിന്റെ വാഹകരായ ആളുകൾ വ്യക്തികളാണല്ലോ. വ്യക്തികൾ ആരാണെങ്കിലും അവർക്ക് ഖുസൂറുകൾ ഉണ്ടാകും, ചില കുറവുകൾ ഉണ്ടാകും. ആ കുറവുകൾ നമുക്ക് പടപ്പിച്ച് കാണിക്കാം.
എന്നിട്ട് ഉലമാക്കളുടെ കാല് വെട്ടുക. കാല് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകും? ഉലമാക്കളുടെ കാല് വെട്ടുമ്പോ ആ ഇൽമു വീണ് കിട്ടും. ഇത് മൻഹജു സനാദിഖ, ഇതാണ് സിന്ദീഖുകളുടെ മൻഹജ്. സിന്ദീഖുകളുടെ മൻഹജ് അതാണ്. ഈ മൻഹജ് പലപ്പോഴും നമ്മൾ അറിയാതെ കണ്ട് നമ്മളുടെ അടുക്കലേക്ക് വന്നു പോകും, അറിയാതെ വന്നുകൊണ്ടും. ഏറ്റവും ഒടുവിൽ ഹജൂരികൾ ഈ മൻഹജിലേക്കാണ് മെല്ലെ മെല്ലെ കയറി വന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ചെയ്തിട്ടുള്ള ദീൻ അത് സ്വാഫിയായിട്ട്, സ്വാഫിയൻ, ഒരു കലർപ്പുമില്ലാതെ. കലർപ്പുള്ളത് നമ്മൾ അംഗീകരിക്കില്ല. അത് അഹ്ലു കിതാബിൽപ്പെട്ട ജൂതരും ക്രൈസ്തവരും ചെയ്തതാണ് സത്യം അസത്യം തമ്മിൽ കൂട്ടിക്കലർത്തുക എന്നുള്ളത്. ഒരു അസത്യവും തമ്മിൽ കൂട്ടിക്കലർത്താതെ സത്യം മാത്രം, വിശുദ്ധമായ സത്യം മാത്രം കിട്ടണം, അതിന്റെ പരിശുദ്ധമായ രീതിയിൽ കിട്ടണം. ആ കിട്ടുന്ന ആ ഇൽമ് അത് തലമുറകളായി, ആദ്യത്തെ 3 തലമുറകളായിട്ട് തന്നെ അത് കൈമാറിപ്പോകും. പിന്നീട് 4ാമത്തെ തലമുറ മുതൽ ആ തലമുറകളിലുള്ള ഉദൂലുകളായ ഉലമാക്കൾ അത് വഹിച്ചു കൊണ്ടുപോരുകയാണ്. അങ്ങനെ ഈ കാലഘട്ടത്തിൽ അത് വഹിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഉലമാക്കൾ, അഹ്ലുസുന്നയുടെ ഉലമാക്കളും ഇമാമുകളും ശൈഖ് അൽബാനിയെ പോലെ, ശൈഖ് ഇബ്നു ബാസിനെ പോലെ, ഇബ്നു ഉസൈമീനെ പോലെ, ഇന്ന് ജീവിച്ചിരിക്കുന്നവരായ ശൈഖ് ഫൗസാനെ പോലെ, അല്ലെങ്കിൽ ശൈഖ് റബീഅനെ പോലെ, ഇങ്ങനെയുള്ള മഹാന്മാരായിട്ടുള്ള ഇമാമുകൾ, ഉലമാക്കൾ പോലെയുള്ള ആളുകൾ, അവരെ സംബന്ധിച്ച് ദുഷിച്ച് പറയാം. ശൈഖ് റബീഅനെ പോലെ, ശൈഖ് ഉബൈദിനെ പോലെയുള്ള ആളുകളെ കുറിച്ച് മോശപ്പെട്ട വർത്താനം പറയാം. എന്തിനാ പറയുന്നത്? ആ വ്യക്തികളെ തകർത്താൽ അവരിവിടെ ഉയർത്തിപ്പിടിക്കുന്ന ഇൽമ് അത് താഴെ വീട് കിട്ടും. ഇതാണ് ഹജാദറത്തിന്റെ മദ്ഹബ്. യമനിൽ നിന്ന് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ചിന്താരീതിയാണത്. ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാഹ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ മർക്കസിൽ നിന്ന് തന്നെ നോക്കി നിങ്ങൾ, തഖല്ലുബുസ്സമാൻ ബിഅഹ്ലി, തഖല്ലുബുസ്സമാൻ ബിഅഹ്ലി, ചുരുങ്ങിയൊരു കാലയളവ് കൊണ്ട് എത്ര പെട്ടെന്നാണ് സ്ഥിതിഗതികളൊക്കെ മോശമായിത്തീരുക, എത്ര പെട്ടെന്ന്, ചുരുങ്ങിയൊരു കാലയളവ് കൊണ്ട്. ഇമാം മുഖ്ബിൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഇൽമു ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് ജീവിച്ചത്. അതിനു വേണ്ടിയാണ് ആ ഇൽമ് അത് നശ്ർ ചെയ്യാൻ വേണ്ടി, എല്ലാവിധ ബിദ്അത്തുകളെയും തകർക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ പിന്മുറക്കാർ വന്നപ്പോഴോ അവര് ഉലമാക്കളെ അവരെ കുറ്റം പറഞ്ഞ്, അവരെ അധിക്ഷേപിച്ച്, അവരെ ഇകഴ്ത്തി പറഞ്ഞ് ഇൽമിന്റെ വാഹകരായിട്ടുള്ള ഉലമാക്കളെ തകർത്തുകൊണ്ട് ഇൽമിനെ നശിപ്പിക്കുന്ന ജനാദിഖത്തിന്റെ മൻഹജ് അവരറിയാതെ അതിലേക്ക് അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഹജാദറ പലതും നമ്മൾ അറിഞ്ഞിട്ടല്ല അതിലേക്ക് എത്തുന്നത്, എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നത്തിന്റെ ചെറിയ കാര്യങ്ങൾ, ചിലപ്പോ വ്യക്തിപരമായിട്ടുള്ള ചില വിരോധങ്ങളായിരിക്കും, അതിൽ നിന്ന് തുടങ്ങും. പിശാച് അങ്ങനെയാണ്, ചെറിയ ഒരു കാരണം കിട്ടിയാൽ അതിലൂടെ അങ്ങോട്ട് പ്രവേശിപ്പിക്കും, അതിലൂടെ കയറി അവസാനം മഹാന്മാരായ ഉലമാക്കളെ മുഴുവനും, ഷെയ്ഖ് റബീഅ മുതൽ ഇങ്ങോട്ടുള്ള, ഷെയ്ഖ് ഉബൈദ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരെ കുറിച്ചും ചീത്ത. അവരിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ പാഠങ്ങൾ ഉൾക്കൊണ്ട ആളുകൾ ലോകത്തിന്റെ ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ഈ വെളിച്ചത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ആരുണ്ടെങ്കിലും അവരെ കുറിച്ച് അങ്ങോട്ട് പറയും. കാരണം ഒരു നദി ഉത്ഭവിക്കുന്നിടത്ത് കലങ്ങിയാൽ പിന്നെ മൊത്തം കലങ്ങിയാൽ പോരാ, എല്ലായിടത്തും കലങ്ങി. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉലമാക്കൾ മരണപ്പെടുന്നതിലൂടെയാണ് ഇൽമു ഉയർത്തപ്പെടുക. അതുകൊണ്ട് തന്നെയാണ് ഉലമാക്കളെ അധിക്ഷേപിക്കുമ്പോൾ സൂക്ഷിക്കണം. ലുഹൂമുഹും മസ്മൂമ, അത് വിഷമുള്ളതാണ്, അവരുടെ മാംസം തിന്നുന്നത് സൂക്ഷിക്കണം, അത് വിഷം ഉള്ളതാണ് എന്ന് പറയപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ മൻഹജ് അഥവാ മൻഹജു സനാദിഖ ഫീ ഇതാഹത്തിൽ ഉലമാ ബിഖസ്ദി അൽഖളാഇ അലാ ദഅവത്തി റുസുൽ അലൈഹിം സ്വലവാത്തുല്ലാഹി വസലാമുഹു അജ്മഈൻ, അമ്പിയാക്കന്മാരെ നടത്തിയിട്ടുള്ള ദഅവത്ത് നശിപ്പിക്കാൻ വേണ്ടി, ഉലമാക്കന്മാരെ വീഴ്ത്തിക്കളയാൻ വേണ്ടി
ഇവര് നടത്തുന്ന അഥവാ ജനാധിപത്യം സ്വീകരിച്ചിട്ടുള്ള ആ മൻഹജിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് വൈകാതൊരു ദർസ് ഞാൻ വിചാരിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അതുകൊണ്ട് സംഭവിക്കുന്നതിന്റെ ദോഷം എങ്ങനെയാണ്? ആലിമില്ലെങ്കിൽ ഇൽമ് അല്ലാഹ് ഉയർത്തും. ആലിമിനെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൽമിനെ നശിപ്പിക്കലാണ്. ഇൽമ് ഉയർന്നു പോയാൽ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് ഇവിടെ നിന്ന് ഇല്ലാതായി തീരുകയും തൽസ്ഥാനത്ത് ശിർക്ക് വരികയും ചെയ്യും. ഈ ഗുരുതരമായ ഈ ഗൗരവതരമായിട്ടുള്ള അവസ്ഥയാണ് ഇതിന്റെ അവസാനത്തിലെ മസ്അലകളിൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഒന്ന്, ഹലാക്കുൽ മുതനത്തഈൻ, മുതനത്തഈങ്ങളുടെ നാശം. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഹജാബിറത്തിന്റെ ഉസ്ലൂബുൽ മുതനത്തഈൻ, ഇത് ഇങ്ങനെ സംഭവലോകത്ത് നടക്കുന്നതുമായി അതിനെ ബന്ധിപ്പിച്ച് പറയേണ്ടതുണ്ടോ? വനഹ്തസിബു ഫീ ദാലിക, ഇങ്ങനെ ഒന്നും അറിയാത്ത വിധത്തിൽ, ആരും കാര്യങ്ങൾ മനസ്സിലാക്കാത്ത വിധത്തിൽ ഇങ്ങനെ പുറമെ വെറും സൈദ്ധാന്തികമായി പറഞ്ഞു പോകുക എന്നുള്ളതല്ല അഹ്ലുസുന്നന്റെ രീതി തന്നെ. അഹ്ലുസുന്നന്റെ രീതി എന്ന് പറഞ്ഞാൽ നുസൂസുകൾ പറഞ്ഞാൽ തൻസീലുഹാ അലൽ വാഖിഅ, സംഭവ ലോകത്ത് അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ശരിക്ക് തന്നെ അത് വിശദീകരിച്ചു കൊടുക്കണം. അത് അഹ്ലുസുന്നന്റെ രീതിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ദീനിനു വേണ്ടി സംസാരിക്കുന്ന സംസാരങ്ങളിൽ കാണുന്ന ഏറ്റവും വലിയ തനത്തുൾ ഉസ്ലൂബ് അൽ മുതനത്തഈൻ, അത് ഹജാവറത്തിന്റെ അടുക്കൽ പ്രകടമാണ്. പ്രത്യേകിച്ച് അവരുടെ കൂട്ടത്തിലുള്ള ഹുദസാക്കൾ എഴുതുന്ന ഉലൂം എന്ന് പറയുന്ന സൈറ്റ്, ആ സൈറ്റിൽ കംപ്ലീറ്റ് തനത്തുൾ മാത്രമാണുള്ളത്. തനത്തുഴില്ലാത്ത ഒരു വാചകം അതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. മുസന്നിഫ് റഹിമഹുല്ലാഹ് അതിൽ നിന്ന് അടുത്ത മസലയിലേക്ക് വന്നു. എങ്ങനെ പറഞ്ഞു? അത്സ്രീഹു ബിഅന്നഹാ ലം തുഅബദ് ഹത്താ നുസിയൽ ഇൽം, ഇൽമുള്ള ഒരു കാലത്തും അല്ലാഹു അല്ലാത്തവർ ആരാധിക്കപ്പെട്ടിട്ടില്ല. ആദ്യത്തെ ശിർക്കിന്റെ കാര്യം നമ്മൾ എടുക്കുക. വദ്ദ് സുവാഇ യഗൂസ് യഊഖ് നസ്ർ തുടങ്ങിയിട്ടുള്ള മഹാന്മാർ ആരാധിക്കപ്പെട്ടത്, ആ മഹാന്മാരെ ആരു മാത്രമാണ്? അവരാരാധിക്കപ്പെടേണ്ടവരാണോ അല്ലേ എന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഇൽമുള്ള ആളുകൾ നിലനിന്നിരുന്ന കാലത്ത് അവരാരാധിക്കപ്പെട്ടില്ല. പിന്നെ ആ ഇൽമ് ഉള്ള ആളുകൾ മരണപ്പെട്ടു പോയപ്പോൾ അവരാരാധിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം വന്നു. അതുകൊണ്ട് തന്നെ ഇൽമ് നശിക്കുക എന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്തെന്ന് ചോദിച്ചാൽ, അതിന്റെ ദുരന്തം ഇൽമ് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടും, തൗഹീദുല്ലാഹ് എന്നത് നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ വശ്ശിർക്കു ബില്ലാഹ് എന്നുള്ളത് സ്ഥാനം പിടിക്കുകയും ചെയ്യും. അൽ ഉശ്റൂൻ അന്ന സബബ ഫഖത്തിൽ ഇൽമി മൗത്തുൽ ഉലമാ, ഇൽമ് നശിക്കാനുള്ള കാരണം അതെങ്ങനെ ഇൽമ് നശിക്കുക? അത് ഉലമാക്കൾ മരിച്ചു പോകുന്നതിലൂടെയാണ്, മനസ്സിൽ നിന്ന് ഊരിയെടുക്കലിലൂടെയല്ല. ഉലമാക്കൾ മരിച്ചു പോകാത്തൊരു സന്ദർഭത്തിൽ അതിലിഷ്ടപ്പെടാത്ത ഈ ജനാദിഖ അവർ ചെയ്യുന്നൊരു കാര്യമാണ് ഇത്വാഹത്തുൽ ഉലമാ, ഉലമാക്കളെ ദമ്മ് പറയുക, വഖ്തഅനു ഫീഹിം അവർ അധിക്ഷേപിക്കുകയും ചെയ്യുക എന്നുള്ളത്, അത് ഉലമാക്കളുടെ മാംസം തിന്നുക എന്നുള്ളത്, അവരെ കുറിച്ച് തഅന് നടത്തുക എന്നുള്ളത് മൻഹജുസ് ജനാദിഖ. ഫീഹി കലാം ഇൻഷാ അല്ലാഹു തബാറക വ തആല. അടുത്ത അധ്യായത്തിലേക്ക് പോകാം. ബാബു മാ ജാഅ മിന അത്തഗ്ലീദ് ഫീ മൻ അബദ അല്ലാഹ ഇൻദ ഖബ്രി റജുലിൻ സ്വാലിഹിൻ ഫകൈഫ ഇദാ അബദ. ബാബു മാ ജാഅ മിന അത്തഗ്ലീദ്. തഗ്ലീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഹിയിന്റെ അപ്പുറത്തുള്ള ഒരു കാര്യമാണ്. നഹി എന്ന് പറഞ്ഞാൽ അരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുന്നതാണ് നഹി. ആ വിലക്ക് കർക്കശമായ ഭാഷയിലാണെങ്കിൽ അതിനാണ് തഗ്ലീദ് എന്ന് പറയാം. അപ്പൊ കർക്കശമായ വിലക്ക് വന്നിട്ടുള്ളത് ആരെ സംബന്ധിച്ച്? ഫീമൻ അബദല്ലാഹ, ഒരാൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. ഇബാദത്ത് അല്ലാഹ്ക്ക് തന്നെയാണ്, പക്ഷെ അതിന്റെ സ്ഥലം തെറ്റി. ഇൻദ ഖബ്രി റജുലിൻ സ്വാലിഹ്, സ്വാലിഹായ നല്ലവനായ ഒരു മനുഷ്യന്റെ ഖബറിന്റെ അടുക്കൽ പോയി അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്തു. ആ ഇബാദത്ത് ചെയ്യുക എന്ന പ്രവർത്തനം, ഒരു ഖബറിന്റെ സ്വാലിഹായ മനുഷ്യന്റെ ഖബറിൽ അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് വിലക്കുക മാത്രമല്ല, അത് കർക്കശമായി തന്നെ വിലക്കിയിട്ടുണ്ട്. ഫകൈഫ ഇദാ അബദഹു, അല്ലാഹ്ക്കുള്ള ഇബാദത്ത് അത് സ്വാലിഹായ ഒരു മനുഷ്യന്റെ ഖബറിൽ പോയി ചെയ്യുന്നത് തന്നെ വിലക്കുകയും ആ വിലക്ക് കർക്കശമാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഖബറിലുള്ള ആളെ തന്നെ ആരാധിച്ചാലുണ്ടാകാവുന്ന അവസ്ഥ എങ്ങനെയുണ്ടായിരിക്കും? ഫകൈഫ ഇദാ അബദഹു,
ഇബാദത്തിന് ഒരിക്കലും അനുവാദമില്ലാത്ത സ്ഥലമാണ് അൽ ഖുബൂർ, ഖബറുകൾ. അതുകൊണ്ട് തന്നെ അലൽ ഖുബൂർ, ഇലൽ ഖുബൂർ, ഇൻദൽ ഖുബൂർ, ഇത് മൂന്നും അതിൽ ഉൾപ്പെടുന്നതാണ്. ഖബറിലേക്ക് തിരിഞ്ഞിട്ടുള്ളതാണെങ്കിലും, ഖബറിന്റെ മുകളിൽ കയറിയിട്ടുള്ളതാണെങ്കിലും, ഖബറിന്റെ പരിസരത്തുള്ളതാണെങ്കിലും, ഇത് മൂന്നും ഈ ബാബിൽ ഒരുപോലെ ഉൾപ്പെടുന്നതാണ്. അള്ളാഹ്ക്ക് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നു. ഇബാദത്ത് മറ്റാർക്കുമല്ല, ഖബറിലുള്ള ആൾക്കല്ല, വേറൊരു വ്യക്തിക്കല്ല, ഒരു ശക്തിക്കല്ല, അള്ളാഹ്. പക്ഷെ ആ ഇബാദത്ത് അലൽ ഖുബൂർ വഇലൽ ഖുബൂർ വഇൻദൽ ഖുബൂർ, ഖബറിന്റെ മുകളിൽ വെച്ചോ, ഖബറിലേക്ക് തിരിഞ്ഞുകൊണ്ടോ, ഖബറിന്റെ അടുത്ത് വെച്ചുകൊണ്ടോ ആകാൻ പാടില്ല. രണ്ട് സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധന ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ട്. രണ്ട് സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാധന ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാ സ്ഥലങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജസില്ലെങ്കിൽ നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. മുൻകാല സമുദായങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ പ്രത്യേക സ്ഥലം നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലങ്ങളിൽ പോയിട്ട് വേണം ഇബാദത്ത് ചെയ്യാൻ. അൽ കനായിസ്, ക്രൈസ്തവർക്കാണെങ്കിൽ അവരുടെ കനായിസുകൾ വേണം, അല്ലാതെ എല്ലാ സ്ഥലത്തും പറ്റൂല. പക്ഷെ തൈസീറൻ ലിഹാദിഹിൽ ഉമ്മത്തിൽ മുബാറക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്തിന്, ഈ അനുഗ്രഹീതമായ ഉമ്മത്തിന് അള്ളാഹു ചെയ്തു കൊടുത്തിട്ടുള്ള തൈസീർ, അള്ളാഹ് നമുക്ക് തന്നിട്ടുള്ള ഒരു തഖ്ഫീഫാണ്. ജുഇലത് ലിയൽ അർളു മസ്ജിദൻ വതഹൂറാ, ഈ ഭൂമിയെ മുഴുക്കെ എനിക്ക് അള്ളാഹു മസ്ജിദാക്കി തന്നിട്ടുണ്ട്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ ആരാധന ചെയ്യാൻ പറ്റുന്ന സ്ഥലം. ഒരാള് ഒരു വഴി യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്റകതുഹു സ്വലാ വഖദ് സാലത്തി ശംസ്, സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തെറ്റി, അത് ളുഹറിന്റെ സമയമാണ്. അയാൾക്ക് നമസ്കാര സമയമായി കഴിഞ്ഞാൽ അയാൾ പിന്നെ ബഹുദൂരം സഞ്ചരിച്ചിട്ട് എവിടെയെങ്കിലും ഒരു ആരാധനാലയം ഉണ്ടോ എന്ന് നോക്കിക്കാണേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യമുണ്ട്. എവിടെ വെച്ചാണോ നിങ്ങൾക്ക് നമസ്കാര സമയമാകുന്നത് അവിടെ വെച്ച് നിങ്ങൾ നിസ്കരിച്ചോളൂ. അത് ഈ ഉമ്മത്തിനുള്ള തൈസീറാണ്. ജുഅലത്തിലെല്ലാം മസ്ജിദൻ വതഹൂറ, ഈ ഭൂമി മുഴുക്കെ എനിക്ക് ആരാധന ചെയ്യാൻ പറ്റുന്ന സ്ഥലമാക്കി തന്നിട്ടുണ്ട്. അപ്പൊ വെള്ളമില്ലെങ്കിലോ? തൊട്ട് പരിസരത്ത് നിങ്ങൾക്ക് പരതിയാൽ വെള്ളം കിട്ടുമെങ്കിൽ ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വുളൂ ചെയ്യണം. ഇല്ലെങ്കിലോ വെള്ളം കിട്ടാനില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമി തന്നെ നിങ്ങൾക്ക് ശുദ്ധീകരിക്കാനുള്ള ഉപാധിയാക്കി വെച്ചിട്ടുണ്ട്. മസ്ജിദ് ആക്കിയതുപോലെ തഹൂറും ആക്കിയിട്ടുണ്ട്. അത് ഈ ഉമ്മത്തുൽ മുബാറക, ഈ അനുഗ്രഹീതമായ ഉമ്മത്തിന് അള്ളാഹു കൊടുത്തിട്ടുള്ള തൈസീറാണ്. അങ്ങനെ മൊത്തം ഭൂമി അനുഭവിച്ചു തന്നപ്പോ അതിൽ നിന്ന് വിലക്കിയത് രണ്ട് സ്ഥലങ്ങളാണ്. ഒന്ന് അൽ ഖുബൂർ, ഖബറിന്റെ അടുക്കൽ നിസ്കരിക്കാൻ പറ്റൂല എന്ന് വെച്ചു. അലി ഇബ്നു അബീ ത്വാലിബിൽ നിന്ന് റിവായത്ത്, സഹീഹായ റിവായത്ത് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അബൂ സഈദ് അൽ ഖുദരിയിൽ നിന്ന് റിവായത്ത് സഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ്. രണ്ടാമത്തേത് അൽ ഹമ്മാം, മലമൂത്ര വിസർജനം ചെയ്യുന്ന നമ്മുടെ ടോയ്ലറ്റ്. ഈ രണ്ട് സ്ഥലം വെച്ച് ബാക്കി എവിടെയും പറ്റും. പക്ഷെ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്, ഇബാദത്തിന് തെരഞ്ഞെടുക്കുന്നത് ഖബറുള്ള സ്ഥലമാണ്. അതിനെന്തോ പ്രത്യേക പോരിശുണ്ട് എന്ന് കരുതിയിട്ട് പോരിശൊന്നുമില്ല എന്ന് വിചാരിക്കും. എന്താ പറ്റും? മൂന്നവസ്ഥ വരും. ഒന്നൊരു ഖബർ, അതിന്റെ അടുക്കൽ പോയിട്ട് ഒരാൾ നിസ്കരിക്കുന്നു. ഖബറിലുള്ള വ്യക്തിക്കോ ആ സ്ഥലത്തിനോ ഒരു പോരിശയും കൽപ്പിക്കുന്നില്ല. അത് ഹറാമാണ്. ഖബറിന്റെ അടുക്കലായി എന്ന കാരണത്താൽ അത് ഹറാമാണ്. വേറൊരാൾ ആ ഖബറുള്ള സ്ഥലത്ത് പോയി നിസ്കരിക്കുന്നത് ആ ഖബറിന് അല്ലെങ്കിൽ ഖബറിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് എന്തൊക്കെയോ മഹത്വങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ബർക്കത്തുണ്ട്, മുതബർരികം ബി, ആ ഖബറിനോട് ബർക്കത്ത് ചോദിച്ചുകൊണ്ടാണെങ്കിൽ അത് വസീലത്തു ശിർക്കാണ്. അത് കുറച്ചും കൂടി കട്ടികൂടി. വസീലത്തു ശിർക്ക് എപ്പോഴാണ് ശിർക്കാകാന്ന് പറയാൻ പറ്റില്ല. അതതിന്റെ പൈപ്പ് ലൈനിലാണ്, എപ്പോഴും അവിടെ എത്തിയിട്ടുണ്ടാകാം. നമുക്ക് തീരുമാനിക്കാൻ വയ്യ. മൂന്നാമത്തെ ഒരവസ്ഥ, ആ ഖബറിലുള്ള ആൾക്ക് വേണ്ടിയിട്ട്, ആൾക്ക് ഇബാദത്ത് ചെയ്യാൻ അയാളോട് പോയിട്ട് ആ ഖബറുമെന്ന് തൊട്ടിട്ട് ഒന്ന് മുത്തിയിട്ട് അതിനൊന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് ആ ഖബറിലുള്ള ആളോട് എന്റെ കാര്യങ്ങൾ, എന്റെ സങ്കടം തീർക്കണേ എന്ന് പറഞ്ഞത്.
വഹാദാ ഹുവ ഐനു ശിർക്കിൽ അക്ബർ. ഇത് ഐനു ശിർക്ക് അൽ അക്ബർ. ആദ്യം പറഞ്ഞ കാര്യം ഇപ്പോഴും നമ്മളെ തലയിൽ കയറിയിട്ടില്ല, പല ആളുകളുടെയും തലയിൽ കയറിയിട്ടില്ല. തലയിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കക്കൂസിൽ പോയി നിസ്കരിക്കുന്ന അതേപോലെ വിലക്കുള്ളതാണ്. നിസ്കരിക്കും ആരെങ്കിലും ഇവിടെ ഇതിന്റെ ബാക്കിൽ വേറെ 5-8 മൂത്രപ്പനിയും കക്കൂസും ഉണ്ട്. ഒന്നുണ്ടാക്കി നിങ്ങൾ അവിടെ പോയി നിസ്കരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ കക്കൂസിൽ നിസ്കരിച്ചാൽ അതേമാതിരിയാണ്. ഖബറിന്റെ ഒരു മഹാത്മ്യം നിങ്ങൾ കൽപ്പിക്കണ്ട, അതിനോടുള്ള തബറുക്ക് വേണ്ടേ വേണ്ട. മറിച്ച് അലൽ ഖബർ ഔ ഇലൽ ഖബർ ഔ ഇൻദൽ ഖബർ, ഖബറിന്റെ മുകളിലാണെങ്കിലും ശരി, ഖബറിലേക്ക് തിരിഞ്ഞിട്ടാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഖബറിന്റെ പ്രമിസസിലാണെങ്കിലും ശരി നിസ്കരിക്കുകയാണെങ്കിൽ അത് ബാത്റൂമിൽ നിസ്കരിച്ച അതേമാതിരി മുഹറം ഹറാമാണ്. ഇതാണ് അതിന്റെ വിധി. ഇതാണ് അതിന്റെ വിധി, ശരിയായ വിധി. പിന്നെ ഇതിലാണ് വഹാദാ ദീനു നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം വദീനു അസ്ഹാബിഹി വദീനു അത്ബാഇഹിം വദീനു തബഇൽ അത്ബാഅ് വദീനു അൽഇമ്മ അൽമുഹ്തറമ അൽമത്ബൂഅ. മുഹ്തറമീങ്ങളായ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളുടെയും ദീൻ ഇതാണ്. പിൽക്കാലത്ത് വന്ന ചില ആളുകൾ, മദ്ഹബിലെ പിൽക്കാലക്കാരായിട്ടുള്ള ചില ആൾക്കാർ, പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി, അവിടെ ഒരു ചുമരുണ്ടെങ്കിൽ ഇവിടെ ചുമരുണ്ടെങ്കിൽ അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ തഹരീം അത് പിന്നെ കറാഹത്താണ്, ആ കറാഹത്ത് തഹരീമാണ്, അങ്ങനെ കുറെ സാങ്കേതികത അതിന് പിന്നെ ചേർത്ത് കൊടുത്തതാണ്. ആ സാങ്കേതികതകളൊക്കെയാണ് മാറ്റി നിർത്തിയാൽ അപ്പോ ഇതിന്റെ ചർച്ച വരുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ കാലം മുതൽ ഇതുവരെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള എല്ലാ വാക്കുകളും ഓരോരുത്തർ ഉദ്ധരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില സംശയങ്ങളും കാര്യങ്ങളും വാദങ്ങളും ഒക്കെ ഉന്നയിക്കപ്പെടും. അതൊക്കെ ആ വാദങ്ങളും സംശയങ്ങളും ഒക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നബിയും സഹാബത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം വറളിയ അൻഹും അജ്മഈൻ അവർ ജീവിച്ചു പോയിട്ടുള്ള ദീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്. അതാണ് ആധാറിൽ നിന്ന് കിട്ടുള്ളൂ. ഒന്ന്, ഒരു ഖബറിന്റെ അടുക്കൽ പോയിട്ട് നിസ്കരിച്ചു, ഖബറിന് യാതൊരു പ്രത്യേകതയും കൽപ്പിക്കുന്നില്ല, പക്ഷെ അയാൾ ഇബാദത്ത് ചെയ്യാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് അറിവോടുകൂടി, അയാളുടെ അറിവോടുകൂടി മൽമൂസായ ഒരു ഖബറിന്റെ അടുക്കലാണെങ്കിൽ അത് ബാത്റൂമിൽ നിസ്കരിച്ച മാതിരി ഹറാമാണ്. ഒരാൾ അറിയപ്പെടാതെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഖത്അാണ്. നമ്മൾ പള്ളിയിൽ കയറി നിസ്കരിച്ചു, അതിന്റെ അപ്പുറത്തെ ഖബറുണ്ടായിരുന്നു, നമുക്കറിയില്ല, നമ്മൾ യാത്രക്കാരനാണ്, നമ്മളോട് അല്ല ചോദിക്കാൻ പോകുന്നില്ല, അത് അല്ല നമുക്ക് ചെയ്ത് തന്നെ തൈസീറാണ്. ഉമ്മത്തി അൻസിയാനു വൽ ഖത്ത, അത് ഖത്തവിന്റെ ബാബിലാണ്. രണ്ടാമത്, ഖബർ പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ അതിന്റെ ഒരു അടയാളം കാണില്ല. ഏത് കാലത്തുണ്ടായിരുന്നു? ഒരു 10 തലമുറ മുമ്പുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അത് ലാ ഇബ്റതല, അത് ഖബറല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മൽമൂസായ ഖബർ നമുക്ക് അനുഭവത്തിൽ വരുന്ന ഖബറുമാണ്. അനുഭവത്തിൽ വരുന്ന ഖബർ അവിടെ ഉണ്ട് എന്നറിഞ്ഞാൽ അതിന്റെ ചുറ്റുപാട് പോയി നിസ്കരിച്ചാൽ ബാത്റൂമിൽ നിസ്കരിച്ച മാതിരിയാണ് എന്ന് കണക്കൂട്ടിക്കോ. മുഹറം മാത്രമാണ്. ഈ അർത്ഥത്തിലല്ല പലപ്പോഴും പല ഖബറുള്ള പള്ളിയിലും ആളുകൾ പോകുന്നത്. ഇപ്പൊ ഇവിടുന്ന് മൻബത്തേക്ക് ഒരാൾ പോയി, അല്ലെങ്കിൽ മമ്പറത്തേക്ക് ഒരാൾ പോയി, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു കേന്ദ്രങ്ങളിലേക്ക് പോയി, അത് ആ മഖ്ബറക്ക് പ്രത്യേകത ഉണ്ട്. അവിടെ പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ, അവിടെ പോയിട്ട് ഇബാദത്ത് ചെയ്താൽ ബർക്കത്ത് കൂടുമെന്ന് കരുതിയിട്ടാണ്. അത് വസീലത്തു ശിർക്ക്. വസീലത്തു ശിർക്ക് എന്നുള്ളത് ഞാൻ അതിന്റെ അക്കന്റെ അഹ്വാലാണ് പറയുന്നത്. അത് എന്റെ നാവ് ശുദ്ധാകാനും ഞാനൊരു മുജാദഫത്ത് ചെയ്യാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആ പോണ ആളുടെ മനസ്സെന്തായിരിക്കും? ആ മനസ്സ് ചിലപ്പോൾ തന്നെ അയാളുടെ അഖീദ അനുസരിച്ച്, അയാളുടെ അതിനെക്കുറിച്ചുള്ള അയാളുടെ കാഴ്ചപ്പാടനുസരിച്ച് ചിലപ്പോൾ ശിർക്കുൻ അക്ബറിന് അയച്ചുണ്ടാവും. അഖല്ലു അഹ്വാൽ അത് വസീലത്തു ശിർക്കാണ്. അവിടെ ചെന്നിട്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി 2 റക്അത്ത് നിസ്കരിച്ചു. ആ കൂട്ടത്തിൽ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ഖബറും ഒന്നിങ്ങനെ തടവി, എന്നിട്ടൊന്ന് മുഖത്തൊക്കെ ഒന്ന് വെച്ച് ഒന്ന് ഇതായി, എന്നിട്ടൊന്ന് തേവായിട്ട് പിന്നെ വലിയവർകളാണല്ലോ എന്റെ സങ്കടം ഒന്ന് തീർക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തു. ഇപ്പുറത്തെ നിസ്കാരം ഇത് ഖബറിന് ഇബാദത്ത് ചെയ്തു. അത് ശിർക്കുൻ അക്ബറായി. ശിർക്കുൻ അക്ബർ അതിനോടുകൂടി അയാൾ ആദ്യം നിസ്കരിച്ചും കൂടി പോകും. ഈ 3 അവസ്ഥയാണല്ലോ. അതുകൊണ്ട് തന്നെ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയുന്നത് റഹിമഹുല്ലാഹു തആല, അദ്ദേഹം പറയുന്നത് ഫീമൻ അബദല്ലാഹ ഇൻദ ഖബ്രി റജുലിൻ സാലിഹ്, സാലിഹായ ഒരു മനുഷ്യന്റെ ഖബറിൽ പോയിട്ട് അല്ലാഹുവിനെ ആരാധിക്കുന്നത് വിലക്കുക മാത്രമല്ല, അതിൽ തഗ്ലീബ്,
ആ വിലക്ക് കർക്കശമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുള്ളത് എന്നിരിക്കെ ആ ഖബറിലുള്ള ആ മഹാനെ ആരാധിച്ചാലുള്ള സ്ഥിതി എന്തായിരിക്കും? സഹീഹിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ബോധ്യപ്പെടും. ഫിസ്സഹീഹൈനി, ഇവിടെ സഹീഹി എന്നാണ് ഉള്ളത്. എന്റെ അടുക്കലുള്ള നുസ്ഖകളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. എന്റെ അടുക്കലുള്ളതാണ് ഞാൻ വായിച്ചത്. അതിൽ സഹീഹ്, അത് ഹഖൻ ഈ പറയുന്ന റിവായത്ത് ഫിസ്സഹീഹൈൻ ഇമാം അൽ ബുഖാരി വൽ ഇമാം മുസ്ലിം രണ്ടുപേരുടെയും സഹീഹുകളിലുള്ളതാണ്. എന്താണുള്ളത്? അൻ ആയിഷത്ത ഉമ്മുൽ മുഅ്മിനീന റളിയല്ലാഹു അൻഹാ വഅർളാഹ, അവരിൽ നിന്നുള്ള റിവായത്ത്. അന്ന ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ, ആരാണ് ഉമ്മു സലമ? റസൂലുള്ളാഹിന്റെ പത്നിയാണ്. റസൂലുള്ളാഹിന്റെ പത്നിയാണ് ഉമ്മു സലമ. അവര് ഹിന്ദ് ബിൻത് അബി ഉമയ്യ ഇബ്നുൽ മുഗീറ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നു മഖ്സൂം അൽ ഖുറശി, ഖുറശിയത്താണ്, ഖുറൈശി ഗോത്രക്കാരിയാണ്. അവരുടെ ശരിക്കുള്ള പേര് ഹിന്ദ് എന്നുള്ളതാണ്. അബൂ സലമ മരണപ്പെട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തു. സനത്ത് 40 വഖീല 3, ഹിജ്റ വർഷം 3 അല്ല 4 എന്ന് റിവായത്തുകൾ വ്യത്യസ്തമാണ്. ഹിജ്റ 3 അല്ലെങ്കിൽ 4 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കല്യാണം ചെയ്തു. അവരുടെ ശരിക്കുള്ള പേര് ഹിന്ദ് ബിൻതു അബി ഉമയ്യ, അവരാണ് ഉമ്മു സലമ. അവര് ആദ്യകാലത്ത് അവരുടെ ഭർത്താവായ അബൂ സലമയുടെ കൂടെ ഹബശയിലേക്കുള്ള ഹിജ്റയിൽ പങ്കുകൊണ്ടിട്ടുള്ളവരാണ്. അവര് ഹബശയിലേക്ക് ഹിജ്റ പോയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഹബശയിൽ അവരുള്ളപ്പോൾ കണ്ടിട്ടുള്ള കാഴ്ചകളാണ് പറയുന്നത്. അന്ന ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ദക്കറത്, അവർ പറഞ്ഞു. ആരോട് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. എന്തിനെക്കുറിച്ച്? കനീസത്തൻ, ഒരു കനീസയെക്കുറിച്ച്. വൽ കനീസത്തു മഅബദുൻ നസ്വാറ, ക്രൈസ്തവ വിഭാഗം ആരാധിക്കുന്ന ആരാധനാലയത്തിനാണ് കനീസ എന്ന് പറയാം. ജംഉഹാ കനായിസ്. ബിഅർളിൽ ഹബശ, റഅത്ഹാ ബിഅർളിൽ ഹബശ, ആ കനീസ അവർ കണ്ടത് എവിടെ വെച്ചാണ്? ഹബശ നാട്ടിലാണ് അവർ കണ്ടിട്ടുള്ളത്. ഹബശ എന്ന് പറയുന്നത് ഇന്നത്തെ എത്യോപ്യ, ആഫ്രിക്കൻ രാജ്യമാണ് എത്യോപ്യ. ആ എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ സന്ദർഭത്തിൽ അവിടെ വെച്ച് അവർ കണ്ടിട്ടുള്ള നജാഷിയുടെ നേഗസ് രാജാവ് ആണെന്ന് അവിടെ ഭരിക്കുന്നത്. നേഗസ് രാജാവ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോട് വളരെ ബഹുമാനം ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ നാട്ടിലേക്ക് ഹിജ്റ പോകാൻ റസൂലുള്ളാഹി കൽപ്പിച്ചത്. എന്ന് മാത്രമല്ല, നജാഷി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് സ്വീകരിക്കുകയും മുസ്ലിം ആവുകയും ചെയ്തു. പക്ഷെ അത് അദ്ദേഹത്തിന് അന്ന് വല്ലാതെ പരസ്യപ്പെടുത്താൻ പറ്റിയില്ല. പിന്നീട് അദ്ദേഹം മരണപ്പെട്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹി മുഖേന അദ്ദേഹത്തിന്റെ നിര്യാണ വാർത്ത അറിയിച്ചു കൊടുക്കുകയും അങ്ങനെ റസൂലുള്ള സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മയ്യത്ത് നമസ്കരിക്കുകയും ചെയ്യുകയുണ്ടായ കാര്യം റിവായത്തുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. ആ നജാഷിയുടെ നാട്ടിൽ, അവിടെ അന്ന് ക്രൈസ്തവരാണുള്ളത് ഭൂരിഭാഗം, അവരുടെ ഒരു കനീസ ഇവർ കണ്ടിരുന്നു. വമാ ഫീഹാ മിനസ്സുവർ, ആ കനീസയിലുള്ളതായ ചിത്രങ്ങളും, സൂറത്തുൻ ജംഉഹാ സുവർ, ചിത്രങ്ങൾ. അവർ ചിത്രങ്ങൾ വെക്കുന്നത് ഈസാ നബിന്റെ മുതൽ ഇങ്ങോട്ട് ഒരുപാട് സെന്റുമാരുടെ, അവരുടെ പുണ്യാത്മാക്കളായിട്ടുള്ള, അവരുടെ പുണ്യാത്മാക്കൾ എന്ന് അവർ പറയുന്ന ഒരുപാട് പാതിരിമാര്, പുരോഹിതന്മാരുടെ ചിത്രങ്ങൾ അതിൽ അവർ വെച്ചിട്ടുണ്ട്. ഫഖാൽ, ഹബശയിൽ കണ്ടിട്ടുള്ള കനീസയിൽ അവർ കണ്ടിട്ടുള്ള ചിത്രങ്ങളും അതിനെ സംബന്ധിച്ചുള്ള ഒരു വർണ്ണന റസൂലുള്ളാഹിക്ക് ഉമ്മു സലമ പറഞ്ഞു കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലൈക ഇദാ മാത ഫീഹിമുർ റജുലു സ്വാലിഹ് അവൽ അബ്ദു സ്വാലിഹ് ബനു അലാ ഖബ്രിഹി മസ്ജിദാ, അവർ അഥവാ ക്രിസ്ത്യാനികൾ, ഇദാ മാത ഫീഹിം അർ-റജുലു സ്വാലിഹ്, അവരിൽപ്പെട്ട നല്ലവനായ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അബ്ദു സ്വാലിഹ് എന്നാണോ പറഞ്ഞത്, അല്ല അർ-റജുലു സ്വാലിഹ് എന്നാണോ പറഞ്ഞത്? അത് റുവാത്തുകളിൽപ്പെട്ട ആരോ ഒരാൾക്കുള്ള സംശയമാണ്. ശക്കുറാവി മിൻ ബഅദ് റുവാത്ത്, രണ്ടൊരർത്ഥാണ്. അർ-റജുലു സ്വാലിഹ് എന്ന് പറയുന്നത് അബ്ദു സ്വാലിഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത് അർ-റജുലു സ്വാലിഹ് എന്നാണോ അതോ അൽ അബ്ദു സ്വാലിഹ് എന്നാണ്?
അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഹദീസ് റിവായത്ത് ചെയ്യുന്നിടത്ത് റാവിമാര് കാണിച്ചിട്ടുള്ള സൂക്ഷ്മതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരേ അർത്ഥത്തിലുള്ള രണ്ട് പദമാണെങ്കിൽ പോലും അതിനൊരു സംശയം തോന്നിയാൽ പോലും ആ സംശയം പറഞ്ഞുകൊണ്ടേ അവർ ഉദ്ധരിക്കുള്ളൂ. ഒന്നുകിൽ റസൂലുള്ള പറഞ്ഞത് അർ-റജുലു സ്വാലിഹ്, അല്ലെങ്കിൽ റസൂലുള്ള പറഞ്ഞത് അൽ-അബ്ദു സ്വാലിഹ്. അത്രയും കൃത്യമായിട്ടാണ് പറഞ്ഞത്. ബനൗ അലാ ഖബരിഹി മസ്ജിദ, അങ്ങനെ നല്ലവനായ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഖബറിനു മീതെ അവർ ഒരു ദേവാലയം പണികഴിപ്പിക്കും. എന്നിട്ട് വസമ്മറു ഫീഹി തിൽക സുവർ, ആ ദേവാലയത്തിൽ, ക്രൈസ്തവ ദേവാലയത്തിൽ അവർ ചിത്രങ്ങൾ ഉണ്ടാക്കി വെക്കും. തിൽക സുവർ, നിങ്ങൾ അവിടെ കണ്ടിട്ടുള്ള ആ ചിത്രങ്ങൾ പോലുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇതാണ് അവരുടെ സ്വഭാവം. അപ്പോൾ രണ്ട് പ്രശ്നം വന്നു. ഫിത്നത്തൈൻ, ഒന്ന് ഫിത്നത്തു തസ്വീർ, മറ്റൊന്ന് ഫിത്നത്തുൽ ഖുബൂർ. ഖബറുകളെ ആരാധനയുടെ സ്ഥലമായി സ്വീകരിക്കുക എന്നുള്ള ആ ഫിത്ന ഇവർക്ക് വന്നു. അതിലേക്ക് തന്നെ ഫിത്നത്തു തസ്വീർ, മഹാന്മാരുടെ രൂപങ്ങളും ചിത്രങ്ങളും ഉണ്ടാക്കി വെക്കുക എന്നുള്ള ആ ഫിത്നയും അവരിൽ ഉണ്ടായി തീർന്നു. ഉലൈക ശിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്, അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ ശിറാറുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും നീചന്മാരായ ആളുകളായിരിക്കും അവർ. കാരണം അള്ളാഹു ഇഷ്ടപ്പെടാത്ത രണ്ട് വലിയ തിന്മകളാണ് അവർ ചെയ്തത്. ഒന്ന് ഫിത്നത്തുൽ ഖുബൂർ, മറ്റൊന്ന് ഫിത്നത്തു തസ്വീർ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ പറഞ്ഞ മുസ്ലിമീങ്ങൾ, ഇന്നത്തെ മുസ്ലിമീങ്ങൾ, ഇതിൽ നിന്ന് എന്താ വ്യത്യാസം? ഏതല്ലാത്തത്? لتتبعن سنن من كان قبلكم شبرا بشبر وذراعا بذراع. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞത് ശിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്, ശിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്. പക്ഷെ മുസ്ലിമീങ്ങൾ ഭയപ്പെടുന്നുണ്ടോ ആ കാര്യം? അതേപോലെ അവര് മഹാന്മാരുടെ ഖബറ് ആരാധനയുടെ സ്ഥലമാക്കിയെടുത്തു എന്നതുപോലെ ഏതെങ്കിലും ഒരു വലിയ മരിക്കാൻ കാത്തിരിക്കുകയാണ് അതിന്റെ ചുറ്റും ഖബറുണ്ടാക്കാൻ. ഇവിടെ പാലക്കാട് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, തൃപ്പനശ്ശേരി. എന്താ വലിയ എന്നുള്ളത് സാങ്കേതികമാണ്, വലിയൊന്നുമല്ല. അയാൾ യഥാർത്ഥത്തിൽ ബുദ്ധിക്ക് അത്ര സ്ഥിരതല്ലാത്ത ഒരാളാണ്. അയാൾ മരിക്കാൻ വേണ്ടിയിട്ട് മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഖബറുണ്ടാക്കി കാത്തിരിക്കുകയാണ്. അത് അയാളുടെ ഖബറും പള്ളിയും കൂടി ഒരുമിപ്പിക്കാൻ വേണ്ടി. മുടിപ്പള്ളിക്ക് പിന്നിലും മറ്റൊരു ചരിത്രമല്ല ഉണ്ടാകാൻ പോകുന്നത്. മുടിപ്പള്ളിക്ക് പിന്നിലും വേറൊരു ചരിത്രമല്ല ഇവിടെ ആവർത്തിക്കാൻ പോകുന്നത്. അത് തന്നെയാണ്. ഫിത്നത്തുൽ ഖുബൂർ, ഫിത്നത്തുൽ ഖുബൂർ. പക്ഷേ ആരെന്തൊക്കെ പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ അള്ളാന്റെ ദീൻ എണ്ണം കുറയുന്നു. ഒരാളോ രണ്ടാളോ 8 ആളോ 10 ആളോ, ചിലപ്പോൾ ഒരു നാട്ടിൽ ഒരാൾ, ചിലപ്പോൾ ആരും ഉണ്ടായില്ല എന്ന് വരും. അവർ ഈ സത്യം അറിയും, അവരെ മനസ്സിലാക്കും, അവർ ആ സത്യത്തിന് വേണ്ടി ജീവിക്കും. ളാഹിരീന അലൽ ഹഖ്, അള്ളാന്റെ ദീനിൽ. അള്ളാഹ്ക്കുള്ള ഇബാദത്ത് ഖബറിന്റെ അടുക്കൽ പോയിട്ടും ചെയ്യാൻ പറ്റൂല, അതുപോലെ തന്നെ ഹമ്മാമിൽ പോയിട്ടും ചെയ്യാൻ പറ്റൂല. അത് ആ ഖബറിന് എന്തോ പ്രത്യേകത ഉണ്ട് എന്ന് കൽപ്പിക്കുകയാണെങ്കിൽ വസീലത്തും മിൻ വസായിലി ശിർക്ക് എന്ന് പറയുന്ന ആ ഗൗരവതരമായ അവസ്ഥയിലേക്ക് ആ വിഷയം വീണ്ടും ഉയരുകയായി. ആ ഖബറിലുള്ള ആളോട് ഏതെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ ഇസ്തിഗാസ നടത്തിയാൽ, അല്ലെങ്കിൽ ഇബാദത്തിന്റെ മറ്റൊരു രൂപം അതിന് സമർപ്പിച്ചാൽ അത് ശിർക്കുൻ അക്ബറുമായി. ശിറാറുൽ ഖൽഖ് ചെയ്തിട്ടുള്ള, ശിറാറുൽ ഖൽഖ് അവർ ചെയ്തിട്ടുള്ള പണികളിലാണ് ഇന്ന് മുസ്ലിമീങ്ങൾ ചെയ്യുന്നത്. ഫഹാഉല, ഇക്കൂട്ടർ, ഐ അന്നസ്വാറ വൽ യഹൂദ്, രണ്ട് കൂട്ടരും അതിൽ പങ്കാളി. ജമഉ ബൈനൽ ഫിത്നത്തൈൻ, രണ്ട് വലിയ ഫിത്നകൾ ഒരുപോലെ സമന്വയിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഫിത്നത്തുൽ ഖുബൂർ വ ഫിത്നത്തുൽ തമാസീൽ, ഒന്ന് ഖബറിന്റെ അടുക്കൽ പോയിട്ട് ആരാധന ചെയ്യാം. ഖബറിന്റെ അടുക്കൽ പോയിട്ട് ആരാധന ചെയ്യാന്ന് പറഞ്ഞാൽ ഖബറിലുള്ള ആൾ ആരാധിക്കണമെന്നില്ല, അള്ളാഹനെ ആരാധിക്കുന്ന കാര്യമാണ്. അത് തന്നെ മുഹറമ,
ഇനി ഖബറിലുള്ള ആൾക്ക് എന്തെങ്കിലും ആ ഖബറിന്റെ അടുക്കൽ പോയി അള്ളാഹിനെ ആരാധിച്ചാൽ എന്റെ ഈ അള്ളാഹ്ക്കുള്ള ആരാധന അള്ളാഹ് കൂടുതൽ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയാൽ അതുപോലും വസീലത്ത് ശിർക്കാണ്. ആ ആരാധനയുടെ സന്ദർഭത്തിൽ കുറച്ചൊരു ആരാധനയുടെ ഒരംശം ആ ഖബറിനോ ഖബറാളിക്കോ നൽകിയാൽ അത് അശ്ശിർക്കുൽ അക്ബർ, അയാളെ ദീൻ തന്നെ പച്ച പൊളിച്ചിട്ട് ദീനിൽ നിന്ന് അയാൾ പുറത്തു പോകുന്ന കാര്യമായി. രണ്ടാമത്തേത് വഫിത്നത്തി തമാസി. ഫിത്നത്തു തമാസിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് മുന നമുക്കറിയാം. ഒന്ന്, അത് അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ള പ്രശ്നം അതിലുണ്ട്. ആരുടെ ചിത്രമാണോ നമ്മളവിടെ ഉണ്ടാക്കി വെച്ചത് അയാളെ പിന്നീട് അത് പ്രതിമയായി ആരാധിക്കുന്നതിലേക്ക് എത്തും. രണ്ടാമത്തേത്, അതില്ലാതെ ചിത്രം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ. നമ്മുടെയൊക്കെ വാരികകളിൽ, നമ്മുടെയൊക്കെ മതപ്രസിദ്ധീകരണങ്ങളിൽ ചിത്രം വരാറുണ്ടല്ലോ. അതോ അതിൽ മനുഷ്യന് ഇത്രയും മനോഹരമായ രൂപം നൽകിയത് അത് അള്ളാഹുവാണ്, അള്ളാഹിന്റെ സൃഷ്ടിപ്പാണ്. ആ സൃഷ്ടിപ്പിനെ വെറുതെ പേരിനെങ്കിലും ഒന്ന് അനുകരിക്കാൻ നിൽക്കണ്ട. ആ അനുകരിക്കുന്നത് ഈ വിഷയത്തിലൊക്കെ എത്രയോ പിറകോട്ട് പോകാൻ. നമുക്ക് ആദ്യം കുറെയൊക്കെ ഒരു സൂക്ഷ്മത ഉണ്ടായിരുന്നു. ഇപ്പൊ ഫോട്ടോന്റെ കാര്യത്തിൽ പിന്നെയും നമ്മൾ പിറകോട്ട് പോയി. മ്യൂസിക്കിന്റെ കാര്യത്തിൽ, സംഗീതത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത ഉണ്ടായിരുന്നു, പിന്നെ പിറകോട്ട് പോയി. ദിവസം കഴിയുന്തോറും ഇത് ആവർത്തിച്ച് നമ്മൾ പറയുകയും കേൾക്കുകയും മനസ്സിൽ വെക്കുകയും അതിന് ഗൗരവത്തിലെടുക്കുകയും ചെയ്താൽ ഫിത്നകളിൽ നിന്ന് അകലും. ഇല്ലെങ്കിലും ആ ഫിത്ന വന്നുകൊണ്ടിരിക്കും. ഏതാണെങ്കിലും ഈ രണ്ട് ഫിത്നകളും അവരൊരുമിച്ച് കൂട്ടി. വലഹുമ അൻഹ. വലഹുമ എന്ന് പറയുമ്പോൾ തന്നെ വലിൽ ബുഖാരി വ മുസ്ലിമിൻ, ബുഖാരിക്കും മുസ്ലിമിനുണ്ട്. പിന്നെ ഈ ഹദീസിന്റെ അവസാനത്തിൽ അഖ്റജാഹു എന്ന് അത് ആവർത്തനാണ്. ആവർത്തനമില്ലെങ്കിൽ തന്നെ കാര്യം പൂർണ്ണമാണ്. അവർ രണ്ടുപേരും ഈ ഹദീസ് തഖ്രീജ് ചെയ്തിട്ടുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബുഖാരി മുസ്ലിമുമാണ്. അത് വലഹുമ എന്ന് പറഞ്ഞതിൽ നിന്ന് കിട്ടി. വലഹുമ വലിൽ ബുഖാരി വ മുസ്ലിമിൻ. عنها أي عن أم المؤمنين عائشة رضي الله تعالى عنها. അവരിൽ നിന്ന് പറഞ്ഞാൽ ആയിഷ ബീവിയിൽ നിന്ന്. قالت, അവർ പറയുന്നു, لما نزل برسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ, നുസില അത് മജ്ഹൂലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിനെ മഅറൂഫായിട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ എങ്ങനെയാ വായിക്കേണ്ടത്? ലമ്മാ നസല മലക്കുൽ മൗത്ത് ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മലായികത്തുൽ കിറാം. നസലന്റെ ഫാഇല് മലക്കുൽ മൗത്ത് വൽ മലായികത്തുൽ കിറാം. മലക്കുൽ മൗത്തും അതുപോലെ അള്ളാഹിന്റെ റഹ്മത്തിന്റെ മറ്റു മലക്കുകളും അവരാണ് വന്നിറങ്ങിയത്. മലക്കുൽ മൗത്ത് എപ്പോഴാണ്? ഇൻദ ഖബ്ദിർ റൂഹ്, ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന സമയത്താണ് മലക്കുൽ മൗത്ത് വരിക. അല്ലാത്തപ്പോൾ മലക്കുൽ മൗത്ത് വരാറില്ല. മലക്കുൽ മൗത്ത് വന്നു. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണസമയമാണ്. അവിടെ സ്വാഭാവികമായും അള്ളാഹു റഹ്മത്തിന്റെ മലക്കുകളെ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൽ മലായിക, മറ്റു മലക്കുകൾ. ആ ഫാഇല് അതിൽ നിന്ന് കളഞ്ഞു പോയപ്പോ അതിനെന്താക്കി തീർത്തു? അതിനെ മജ്ഹൂലാക്കി പ്രയോഗിച്ചു. അങ്ങനെയാണ് നുസില എന്നാണ് വായിക്കേണ്ടത്. ലമ്മാ നുസില ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണമാസന്നമായ സന്ദർഭത്തിൽ എന്നാകും അപ്പോൾ ഉദ്ദേശാർത്ഥം. ത്വഫിഖ യത്റഹ്, ത്വഫിഖ എന്ന് പറയുന്നത് മിൻ അഫ്ആലി ശുറൂർ, മിൻ അഫ്ആലി അശ്ശുറൂർ, തുടങ്ങി എന്നർത്ഥം സൂചിപ്പിക്കുന്ന ക്രിയകളിൽപ്പെട്ടതാണ്. ഈ ഇനത്തിൽപ്പെട്ട കുറെ അധികം ക്രിയകളുണ്ട്. അത് മറ്റൊരു ക്രിയയിലേക്ക് ചേർത്തിട്ടാണ് വെക്കുക. അപ്പൊ ഇതിന് ശേഷം പറയാൻ പോകുന്ന ആ പ്രവൃത്തി തുടങ്ങി എന്നാണ് അർത്ഥം വരിക. തോഫിഖ തുടങ്ങി, യത്റഹു വലിച്ചിടാൻ തുടങ്ങി. തറഹ എന്ന് പറഞ്ഞാൽ ഇടുക, ഇട്ടു, അൽഖായിൽ എന്നുള്ള അർത്ഥം. ഖമീസത്തൻ, ഖമീസത്ത് എന്ന് പറഞ്ഞാൽ കിസാഉ ലഹു അലാം, വരകളുള്ള ഒരു പുതപ്പ്, അല്പം കട്ടിയുള്ള വസ്ത്രത്തിനാണ് ഖമീസത്ത് എന്ന് പറയാം. ഒരു കട്ടിയുള്ള വസ്ത്രം, പുതപ്പ് എന്ന് പറയണമെന്ന് എനിക്കറിയില്ല. കിസ
പക്ഷെ അതിന്റെ അലാമുകൾ ഉണ്ടാകും. അപ്പോഴാണ് ഹമീസത്താകുന്നത്. അലാം എന്ന് പറഞ്ഞാൽ വരകളുണ്ടാകും. വരകളോട് കൂടിയിട്ടുള്ള ഒരു കട്ടിയുള്ള വസ്ത്രം, ഒരു പുതപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടാൻ വേണ്ടി തുടങ്ങി. ലഹു, നബിയുടെ ഒരു പുതപ്പ് എവിടെ? അലാ വജ്ഹിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് വലിച്ചിടാൻ തുടങ്ങി. ഫൈദഹ്തമ്മ ബിഹാ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖമീസത്ത് കൊണ്ട് മുഖം മൂടിക്കഴിഞ്ഞാൽ കശഫഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ വസ്ത്രം കൊണ്ട് നീക്കുകയും ചെയ്യും. അപ്പൊ വസ്ത്രം മുഖത്തേക്ക് വലിച്ചിടും, പിന്നെ മുഖത്തുനിന്നേക്കും. അതിന്റെ അർത്ഥം എന്താണ്? വഹുവ ഫി സകറാത്തിൽ മൗത്ത് വഹുവ ഇൻദ നസഅ, ആത്മാവ് സ്വീകരിക്കപ്പെടാൻ തുടങ്ങുന്ന, അത് തുടങ്ങുന്ന സമയത്ത് സക്കറത്ത് ഉണ്ടാകും. സക്കറത്ത് എല്ലാവർക്കും ഉള്ളതാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. എല്ലാ മനുഷ്യാത്മാവും മരണം ഒന്ന് രുചിക്കുക തന്നെ വേണം. അതിന്റെ നമ്പിയാക്കന്മാർ പോലും ഒഴിവല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്ന ലിൽ മൗതി സക്കറാത്ത്, ഇന്ന ലിൽ മൗതി സക്കറാത്ത്. മരണത്തിന് സക്കറാത്തുണ്ട്. ചിലരുടേത് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. എന്നാൽ ദുഷ്ടന്മാരായ ആളുകളുടേതാണെങ്കിൽ യദ്രിബൂന വജൂഹഹും വഅദ്ബാറഹും, മലക്കുകൾ, കിങ്കരന്മാരായ മലക്കുകൾ അവരുടെ മുഖത്തും പുറത്തും അടിച്ചുകൊണ്ടിരിക്കും. അവരുടെ റൂഹ് ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തുന്നത് ദീർഘമായ ഹദീസിൽ ഇമാം അഹ്മദ് റിവായത്ത് ചെയ്ത റസൂലുള്ള ഒരു ഖബർ, ഒരാളെ മറവ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഖബർ തയ്യാറായിട്ടില്ല. അപ്പൊ ആ ഖബറിന്റെ അരികിലിരുന്നു കൊണ്ട് ആ അഹ്വാൽ അൽ മൗത്ത് വൽ ബർസഖ് വൽ ഖിയാമ അതിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ ദീർഘമായ ഹദീസിൽ അത് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്, സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ്. ഏതാണെങ്കിലും ശരി, ഏതൊരാളും അനുഭവിക്കാം. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിര്യാതനായി കിടക്കുന്ന സന്ദർഭത്തിൽ സുന്നഹിൽ നിന്ന് തിരിച്ചു വന്ന് ആ പുതപ്പ് നീക്കി റസൂലുള്ളാഹിന്റെ നെറ്റിയിലൊന്ന് ചുംബിച്ചതിന് ശേഷം അവിടുത്തെ ആ നെറ്റിയിലൊന്ന് ചുംബിച്ചതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള ആ വാക്ക് അതിലുണ്ട്, എന്നാൽ അല്ലാഹു താങ്കൾക്ക് വിധിച്ചതായ ആ മരണം, അമ്മൽ മൗത അല്ലത്തി കതബഹ അല്ലാഹു അലൈക ഫഖദ് സുഖ്തഹ. അബൂബക്കർ സിദ്ദീഖിന്റെ വചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, ഏതൊരു മനുഷ്യനും അല്ലാഹു മരണം വിധിച്ചിട്ടുണ്ട്. ആ മരണത്തെ ഏതൊരുത്തരും ആസ്വദിക്കണം, അനുഭവിക്കേണ്ട വേണ്ടി. താങ്കൾക്ക് അല്ലാഹു വിധിച്ചിട്ടുള്ളതായ മരണം താങ്കൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിനു ശേഷം രണ്ടാമതൊന്ന് എന്നുവെച്ചാൽ റസൂലുള്ളാഹിന്റെ മരണം സ്ഥിരീകരിക്കുക. കാരണം റസൂലുള്ള മരിച്ചോ മരിച്ചില്ല എന്നുള്ളത് അന്ന് അവിടെ തർക്കമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലേക്കുള്ള മുന്നോടിയായി മുഖദ്ദമ ലിഇസ്ബാത്തി ഹഖീഖത്തി മൗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മരണം എന്ന യാഥാർത്ഥ്യം അത് സംഭവിച്ചിട്ടുണ്ട്, പുലർന്നിട്ടുണ്ട് എന്നത് സ്ഥിരീകരിക്കുന്നതിന്റെ മുന്നോടിയായി അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ വാക്കതാണ്, അല്ലാഹു താങ്കൾക്ക് വിധിച്ചിട്ടുള്ളതായ ആ മരണം അത് ഏതൊരു മനുഷ്യനും അല്ലാഹുവിന്റെ വിധിപ്പെട്ടാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, അത് താങ്കൾ അനുഭവിച്ചു കഴിഞ്ഞു, അതിന് താങ്കൾ അനുഭവിക്കുന്ന പ്രശ്നമല്ല. റസൂലുള്ളാഹ് അത് മരിക്കുന്നതിന്റെ മുമ്പ് ശരിവെച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ന ലിൽ മൗത്ത് സക്കറാത്ത്. ആ സക്കറാത്ത് അല്ലെങ്കിൽ നസ്അ തുടങ്ങാൻ പോകുന്നത് കൊണ്ട് റസൂലുള്ളാഹിക്ക് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് വസ്ത്രം ഇട്ടിട്ട് ഈ വിഷമങ്ങൾ കണ്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിയായ ഫാത്തിമത്തു റളിയല്ലാഹു അൻഹ വാവിട്ട് കരയാൻ തുടങ്ങി. അവർ കരഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, ഇന്നേക്ക് ശേഷം യാതൊരു വിഷമവും നിന്റെ ഉപ്പാക്ക് ഇനി ഉണ്ടാവില്ല. ഈ മരണത്തിന്റെ നേരത്തുള്ള ഈ വിഷമം, ആ ബുദ്ധിമുട്ട് അത് ഏതൊരാൾക്കും അല്ലാഹു വിധിച്ചതാണ്. അതിന്റെ മുന്നോടിയായിട്ടാണ് വസ്ത്രം ഇങ്ങനെ പ്രയാസം കൊണ്ട് മുഖത്തേക്ക് ഇടും, പിന്നെ മുഖത്ത് നിന്ന് നീക്കും. ആ നസ്അന്റെ സന്ദർഭത്തിൽ, നസ്അ എന്ന് പറയും, ചിലപ്പോൾ സിയാഖ് എന്ന് പറയും. സിയാഖ് എന്നുള്ളത് യുസാഖൂന ഇലൽ മൗത്ത് എന്നതിൽ നിന്നാണ്. യുസാഖൂന ഇലൽ മൗത്ത്, യുസാഖൂന ഇലൽ മൗത്ത് എന്ന ആ വാക്കിൽ നിന്നാണ് സിയാഖ് എടുക്കുന്നത്. മറ്റേ നസ്അ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്ദുർ റൂഹ്, ആത്മാവിനെ ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കുന്നതിനാണ് നസ്അ എന്ന് പറയുന്നത്. ഈ രണ്ട് വാക്കുകളും ഈ ഘട്ടത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഒന്നുകിൽ നസ്അ എന്ന് പറയും, അല്ലെങ്കിൽ സിയാഖ് എന്ന് പറയും. ഏതാണെങ്കിലും ശരി, ഫഖാല വഹുവ കദാലിക്,
അവിടുന്ന് പറഞ്ഞു വഹുവ കദാലിക് വഹുവ ഫിൻ നസ്ർ ഫീ വഖ്തി നസ്ർ വഫീ വഖ്തി സിയാഖ് എന്നാണ് ഇതിന്റെ അർത്ഥം. സിയാഖിന്റെ സന്ദർഭത്തിൽ പറഞ്ഞു. لعن الله اليهود والنصارى اتخذوا قبور أنبيائهم مساجد يحذر ما صنعوا ولولا ذلك لأبرز قبره غير أنه خشي أن يتخذ مسجدا أخرجاه. എന്താ പറഞ്ഞത്? لعن الله اليهود والنصارى. അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതരെയും ക്രൈസ്തവരെയും ശപിച്ചിരിക്കുന്നു. واللعنة هي الطرد من رحمة الله والإبعاد من شفقته. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവന്റെ ശഫഖത്തിൽ നിന്ന് അകറ്റി നിർത്തുക, മാറ്റി നിർത്തുക, അതിനാണ് ലഅനത്ത് എന്ന് പറയും. ഇത് ഖബരിയാണ് വാചകം, അതങ്ങനെ തന്നെയാണ്, തഖ്രീറാണ്, അതിന്റെ പുറമെ ദുആഇയ്യത്തുമാണ്. അവരങ്ങനെയാണ്, അവർക്ക് അള്ളാഹുവിന്റെ ശാപം ഉണ്ടായിട്ടുണ്ട്, അത് ഉണ്ടാകേണ്ടതുമാണ്, ഉണ്ടാവട്ടെ എന്നുമാണ്. ആരെ? ജൂതരെയും ക്രൈസ്തവരെയും അള്ളാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു. അതിനുള്ള കാരണം വമാ ഇല്ലതു ദാലിക് ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്. അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ അവർ മസ്ജിദുകളായി സ്വീകരിച്ചു. മസ്ജിദ് എന്ന് പറഞ്ഞാൽ ആരാധനക്കുള്ള സ്ഥലമെന്നേ ഉള്ളൂ. മസ്ജിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാധന ചെയ്യുന്ന സ്ഥലം, അതിനെന്താണ് മസ്ജിദ് എന്ന് പറയും. അപ്പോ ഒരു ഖബർ നിൽക്കുന്നുണ്ട്, ആ ഖബറിന്റെ അടുക്കൽ പോയിട്ട് ആൾക്കാർ ആരാധന ചെയ്തു പോരുന്നുണ്ടെങ്കിൽ അത് മസ്ജിദാണ്. അവിടെ ഒരു എടുപ്പ് വലിയ ശ്രദ്ധ. ഒരു ബിനാ ഉണ്ടാവുക എന്നത് ഷർത്തല്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂമി മുഴുക്ക മസ്ജിദാണ്. ആ ഭൂമിയിൽ മുഴുക്ക ഒന്നായിട്ട് വലിയൊരു പള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നല്ല ഇതിന്റെ അർത്ഥം. അതൊക്കെ ആരാധനക്കുള്ള മൗദിഉൽ ഇബാദ എന്ന് മാത്രമേ മസ്ജിദിന്റെ അർത്ഥമുള്ളൂ. ഈ ഹദീസിൽ അതുപോലെ തന്നെ മറ്റു പല ഹദീസുകളിൽ മസ്ജിദ് എന്ന് പറയുന്നാൽ അത് മാത്രമേ അർത്ഥമുള്ളൂ. മൗദിഉൽ ഇബാദ, ഇബാദത്തിനുള്ള സ്ഥലമാണ്. ആ ഒരു ഇബാദത്തിനുള്ള സ്ഥലമാണ്. ഇപ്പൊ ചില സ്ഥലങ്ങളുണ്ടാകും അവിടെ പള്ളിയേ ഉണ്ടാവില്ല, ഒരു ഒഴിഞ്ഞ ഖബറായിരിക്കും. ആ ഖബറിന്റെ അടുക്കൽ എന്തുണ്ടായിരിക്കും? ചിലപ്പോ ഭരിക്കുന്ന പാർട്ടിക്ക് അനുസരിച്ചിട്ട് കളറൊക്കെ മാറും. ചിലപ്പോൾ ചുവപ്പ് കൊടുക്കും, ചിലപ്പോൾ പച്ച കൊടുക്കും, ചിലപ്പോൾ വയലറ്റ് കൊടുക്കും, രുചിയോറൊക്കെ വരാം. അവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ ഒരു മാളുണ്ടാക്കി ഒരു കുറെ പൈസ ഉണ്ടായിരുന്നുണ്ടാവും. അവിടെ ആൾക്കാർ ഇറങ്ങിയിട്ട് ക്രിസ്ത്യൻസ് ഒക്കെയാണ് വിചാരിച്ചാൽ പിശാച്ച് പോട്ടെ എന്ന് അങ്ങനെയാണ്. മുസ്ലിങ്ങളൊക്കെയാണ് അങ്ങനെയാണ്. മസ്ജിദാണ്, ആ ഖബർ മസ്ജിദാണ്. അപ്പൊ അവിടെ ബിൽഡിംഗ് ഒന്നും കാണുന്നില്ലല്ലോ. 3 ഷർത്ത്, അങ്ങനെ ഷർത്തില്ല. മസ്ജിദ് എന്ന് പറയാൻ അങ്ങനെ ഒരു ഷർത്തില്ല, ബിൽഡിംഗ് വേണമെന്നില്ല. ആരാധന ചെയ്യപ്പെടുന്ന സ്ഥലം. അവരെന്ത് ചെയ്യുമായിരുന്നു? ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം, അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ അവർ സ്വീകരിച്ചിരുന്നു മസാജിദ്, പള്ളികളാക്കിയിരുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവരെ ശപിക്കാനുണ്ടായ കാരണം ഇതാണ്. എന്നിട്ട് യുഹദ്ദിറു മാ സനഉ വല്ലാഹിർ അന്നഹു ഖൗലു ആയിഷ റളിയല്ലാഹു അൻഹ. യുഹദ്ദിറു മാ സനഉ എന്നുള്ളത് ആയിഷ ബീവിയുടേതാണ് ഖൗല്. അത് ആയിഷ ബീവിയുടേതാണ് ഖൗല്. അവർ പറയുന്നു യുഹദ്ദിർ, ആ ലഅനത്ത് പറഞ്ഞത്, അവർക്ക് ലഅനത്തുണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഇഖ്ബാറൻ വ തഖ്രീറൻ വ ദുആഅൻ 3 രൂപത്തിലും അവിടെ പറഞ്ഞു പോയിട്ടുള്ളത് എന്തിന്റെ പേരിലാണ്? യുഹദ്ദിർ, തഹ്ദീറിന് വേണ്ടിയാണ്. നമ്മളെ ജാഗ്രതയോടുകൂടി, നമ്മളെ കർക്കശമായ ഭാഷയിൽ വിലക്കാൻ വേണ്ടിയാണ് മാ സനഉ, അവർ ചെയ്തു പോയിട്ടുള്ള ആ കാര്യം. വലൗലാ ദാലിക്, ആ കാര്യമില്ലായിരുന്നുവെങ്കിൽ, അഥവാ പൂർവിക സമുദായങ്ങൾ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ ആരാധനക്കുള്ള ഒരു സ്ഥലമായി സ്വീകരിച്ചു എന്നുള്ള ഒരു ദുഷിച്ച ചര്യ മുൻകഴിഞ്ഞു പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ലഉബരിസ ഖബറുഹു ഖബറുഹു എന്ന് വായിക്കും, ലഅബ്റസ ഖബറുഹു എന്ന് വേണമെങ്കിലും ഖബറഹു എന്ന് വേണമെങ്കിലും വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖബർ പ്രത്യക്ഷമായി എല്ലാവരും കാണോർത്താക്കുമായിരുന്നു എന്നതിന് ഒരു വായനയുണ്ട്. പക്ഷേ അക്സറുൽ ഉലമാ വൽ മുഹദ്ദിസീൻ അവർ വായിക്കുന്നത് ലഉബരിസ ഖബറുഹു, സഹാബത്താണത് എന്നാണ്. റസൂലുള്ളാഹിന്റെ ഖബർ മഅ ബഖിയത്തി സ്വഹാബത്തി ഫിൽ ബഖീഅ്, മറ്റുള്ള സഹാബിമാരുടെ ഖബറിന്റെ കൂടെ ബഖീഅയിൽ കൊണ്ടുപോയി റസൂലുള്ളാഹിനെ മറവ് ചെയ്യാതിരിക്കാനുള്ള കാരണം ഇതാണ്. എന്താ കാരണം? എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മാത്രം ബഖീഅയിൽ നിന്ന് മാറ്റി ആയിഷ ബീവിയുടെ വീട്ടിൽ തന്നെ ആക്കിയത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് സത്യമാണ്. അമ്പിയാക്കന്മാർ യുദ്ഫനൂന ഹൈസു യുഖ്ബലൂൻ, യുദ്ഫനൂൻ ഹൈസു യുഖ്ബലൂൻ, അവരെ ദഫന ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ് അവരുടെ റൂഹ് പിടിക്കുന്നത് അവിടെ തന്നെയാണ്. ഈ നിർദ്ദേശത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ബഖയിലേക്ക് മാറ്റരുത് എന്നുണ്ടതുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ കാര്യം പറഞ്ഞത്? ഇങ്ങനൊരു കാര്യം, ഒരു കൽപ്പന വരുന്നതിന്റെ ഹിക്മത്ത് എന്താണ്? ഹിക്മ, ബഖയിലാണെങ്കിൽ അതൊരു തുറന്ന ഖബറാണ്. അപ്പോ സഹാബത്ത് ആരെങ്കിലും പോയിട്ട് അതിന്റെ ചുറ്റും ഒരു വലിയ പള്ളി ഉണ്ടാക്കും എന്നല്ല ഇതിന്റെ അർത്ഥം, അല്ലെങ്കിൽ താബീങ്ങൾ ഉണ്ടാക്കുന്നല്ല അർത്ഥം. റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയിട്ട് പ്രത്യേകമായി ആരാധന ചെയ്യുന്ന ആളുകളുണ്ടാകും. റസൂലുള്ളാഹിന്റെ ഖബറാണ്, അവിടുന്ന് അള്ളാഹിനോടൊന്ന് ചോദിച്ചാൽ പ്രത്യേകം കിട്ടുമല്ലോ. അപ്പൊ അതിൽ രണ്ട് തെറ്റുകൾ വരും. ആദ്യം വരിക ഖബറിന്റെ അടുക്കൽ പോയി ഇബാദത്ത് ചെയ്തു എന്നുള്ള തെറ്റ് വന്നു. രണ്ടാമത്തെ തെറ്റ് വരുന്നു, ആ ഖബറിന്റെ അടുക്കൽ പോയി റസൂലുള്ളാഹിന്റെ ഖബറായതുകൊണ്ട് അതിന് പ്രത്യേകമായ ബർക്കത്ത് കിട്ടാണ്ട്, അപ്പൊ വസീലത്ത് ശിർക്കിലേക്ക് ചാടി. പിന്നീട് കുറച്ചും കഴിയുമ്പോൾ റാഫിലുകൾ വരണ്ട, അതിന്റെ മുമ്പ് തന്നെ തുടങ്ങും നബിനോട് തന്നെ ചോദിക്കുന്ന സ്വഭാവം, അപ്പൊ ശിർക്കുൽ അക്ബറും വരും. അതിനുള്ള സാഹചര്യം, അതിന്റെ സദ്ദുൽ ദറായ, ആ ബാബലാണ് എന്ത് ചെയ്തത്? സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇശാറത്ത് പ്രകാരം അവിടുത്തെ ഖബർ പരസ്യമായി ബഖയിൽ കൊണ്ടുപോയി നിർമ്മിക്കാതെ അവിടുന്ന് മരിച്ചത് എവിടെയാണോ അവിടെ തന്നെ ഫി ഹുജ്റത്തി ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ ഹുജ്റത്തിൽ തന്നെ ആ ഖബർ ഗോപ്യമാക്കി വെച്ചത്. ഗൈറ അന്നഹു, പക്ഷേ കാര്യം ഖുശിയ, അന്നഹു തീർച്ചയായും കാര്യം ഖുശിയ, ഭയമുണ്ടായി, സഹാബത്ത് ഭയന്നു, അൻയുത്തഖദ മസ്ജിദ, റസൂലുള്ളാഹിന്റെ ഖബർ ഇബാദത്തിനുള്ള ഒരു സ്ഥലമായി തെരഞ്ഞെടുക്കുമോ? തുറന്ന സ്ഥലത്താണെങ്കിൽ ഇബാദത്തിനുള്ള സ്ഥലമായി തെരഞ്ഞെടുക്കുമോ? ഇത് വീട്ടിലാവുമ്പോ ആരെങ്കിലും വരികയാണെങ്കിൽ ആയിഷ ബീവിനോട് അനുവാദം ചോദിക്കണം. അങ്ങനെ വല്ലപ്പോഴും റസൂലുള്ളാഹിന്റെ ഖബർ കാണാൻ വേണ്ടി ആരെങ്കിലും വരികയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്റെ ഖബറിന്റെ അടുക്കൽ വരുന്ന സന്ദർഭത്തിൽ ആയിഷ ബീവിക്ക് സലാം പറയും. അവരോട് അനുവാദം ചോദിക്കും. അപ്പൊ അവർ ആ മറന്ന് നീക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഇങ്ങനെ ഇത് എത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് പതിവായിട്ട് അവരങ്ങനെ പോകാറുണ്ടായിരുന്നു. ഹദീസുകൾ പരിശോധിച്ച് നോക്കൂ. അങ്ങനെ എല്ലാ സഹാബി, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബ്, മറ്റൊരു മറിച്ചൽ അവരൊക്കെ അങ്ങനെ സ്ഥിരം വരികയും മാപ്പേനെ കർത്തം നീക്കുകയും ഖബർ കാണുകയും അവിടുന്ന് എന്തെങ്കിലും പ്രത്യേക ഒന്നും ഉണ്ടായിട്ടില്ല. ആകെ കൂടെ ആ വിഷയത്തിൽ കാണാൻ കഴിയുന്നത് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറമാടിയിട്ടുള്ള ആ ഖബറിന്റെ അരികിലൂടെ നടന്നു പോവുകയാണെങ്കിൽ വല്ലപ്പോഴും, പ്രത്യേകിച്ച് അവർ മദീനയിൽ നിന്ന് പുറത്തൊക്കെ പോയി ഒന്ന് തിരിച്ചു വന്നാൽ, ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ, അങ്ങനെ വല്ലപ്പോഴും വളരെ വിരളമായ സന്ദർഭത്തിൽ അതിലൂടെ ഒന്ന് പോകുമ്പോ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയും. ആ സലാമിനെ കുറിച്ച് അവർ കരുതിയിരുന്നത് റസൂലുള്ളാഹിന്റെ ഖബറിൽ വെച്ചുകൊണ്ട് സലാം പറഞ്ഞാലും, നമ്മളിവിടെ വെച്ച് സ്പെയിനിൽ വെച്ചിട്ട് ഒരു സലാം പറഞ്ഞാൽ, ചൈനയിൽ വെച്ച് സലാം പറഞ്ഞാലും, ഇന്ത്യയിൽ വെച്ച് സലാം പറഞ്ഞാലും അതിനൊക്കെ ഒരു ഇഫക്റ്റാണ്, മാറ്റല്ല. ഇന്ന ലില്ലാഹി മലായികത്തൻ സയ്യാഹീൻ, അള്ളാഹ്ക്ക് ഭൂമിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട്. യബ്ലുഗൂനി അൻ ഉമ്മത്തി അസ്സലാം, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ആരെനിക്ക് സലാം പറഞ്ഞാലും ആ സലാം അവർ എനിക്ക് എത്തിച്ചു തരും. എന്റെ ഉമ്മത്തിൽപ്പെട്ട ആര് ഈ ദുനിയാവിന്റെ ഏത് മുക്കുമൂലയിൽ വെച്ച് ഏത് കോണിൽ വെച്ച് എനിക്ക് സലാം പറഞ്ഞാലും ആ സലാം എനിക്ക് എത്തിച്ചു തരും. അതുകൊണ്ട് തന്നെ അസ്സലാമു അലൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് നമസ്കാരത്തിൽ ചൊല്ലിയാൽ ആ സലാമിന് കിട്ടുന്ന പ്രതിഫലത്തിൽ കവിഞ്ഞൊരു പ്രതിഫലം റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ പ്രത്യേകം പോയിട്ട് സലാം പറഞ്ഞാൽ കിട്ടും എന്ന് അവർ കരുതിയിരുന്നില്ല. പിന്നെ റസൂലുള്ളാഹിന്റെ ഖബർ എന്നല്ല, മുഅ്മിനീങ്ങളുടെ ഖബർ മുഴുവനും സന്ദർശിക്കൽ മുബാഹ് ഔ മുസ്തഹബ്, അല അഖല്ലിൽ അഹ്വാൽ മുബാഹ്, മുബാഹാണ് എന്ന് പറഞ്ഞു പോയ ചില ഉലമാക്കളുണ്ട്. അത് വളരെ ഇസ്തിലാഹിയാണ്, മുബാഹിന്റെ അപ്പുറമാണ് കാര്യം. അവരത് മുബാഹ് മാത്രമാണെന്ന് പറയാൻ കാരണം നേരത്തെ വിലക്കപ്പെട്ടൊരു കാര്യം പിന്നീട് ചെയ്തോളി എന്ന് പറഞ്ഞാൽ തുഫീദുൽ ഇബാഹ എന്ന ഉസൂലിന്റെ ഖാഇദ പിടിച്ചിട്ടാണ്. അതിനേക്കാൾ അപ്പുറം അതിന് ഇസ്തിഹ്ബാബ് വരും. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, എന്തുകൊണ്ട്? അത് പരലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വർദ്ധിക്കും.
അപ്പൊ പരലോകത്തെക്കുറിച്ച് എപ്പോഴും ഓർമ്മ നമ്മുടെ മനസ്സിൽ സജീവമാക്കി നിലനിർത്താൻ അത് ഉപകരിക്കുമെങ്കിൽ ആ കാര്യം എന്തായിരിക്കും? മുസ്തഹബായിരിക്കും. അതുകൊണ്ട് അത് വെറും മുബാഹ് എന്നതിനേക്കാൾ മുബാഹിൽ കവിഞ്ഞിട്ടുള്ള ഒരു പ്രോത്സാഹനം അതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അങ്ങനെ മുഅ്മിനീങ്ങളുടെ മൊത്തം ഖബറിന് അതുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് അത് ഔല ബിത്വരീഖത്തിൻ ഔല, നബിക്കും അതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മദീനത്ത് ഒരാൾ ചെന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ബഖയിൽ പോകാം. റസൂലുള്ളാഹിന്റെ ഖബർ, റസൂലുള്ളാഹിന്റെയും അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഖത്താബിന്റെയും 3 പേരുടെയും ഖബറുള്ള സ്ഥലത്ത് അവിടെ നമ്മൾ ചെന്നിട്ട് സലാം പറയാം. ബഖയിൽ പോയിട്ട് നമുക്ക് സലാം പറയാം. അതുപോലെ തന്നെ ശുഹദാ ഉഹദ് അവിടെ പോയിട്ട് സലാം പറയാം. ഇതാണ് ചെയ്തിരുന്നത്. എന്നാൽ ആ ഖബർ പ്രത്യേകം തുറന്നു പോയി കാണുക എന്നുള്ളത് ആകെ കൂടെ സാധാരണഗതിയിൽ ഹദീസ് പരിശോധിക്കുമ്പോൾ ഇപ്പൊ കുത്തുബ് സിത്തയും അതിന് പുറമെയുള്ള നമുക്ക് ലഭ്യമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ കാണുന്നത് ആകെ ഒരു റിവായത്തേറ്റ ഖാസിം ബിൻ മുഹമ്മദ് ബിൻ അബീബക്കർ, അബൂബക്കർ സിദ്ദീഖിന്റെ മകൻ മുഹമ്മദ്, അദ്ദേഹത്തിന്റെ മകൻ ഖാസിം. അദ്ദേഹം ഒരിക്കൽ വന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നുണ്ട്, ഐ ഉമ്മ ഇക്ഷിഫി ലി അൻ ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖബ്ര സാഹിബൈഹി. ഉമ്മ, റസൂലുള്ളാഹിന്റെയും അവിടുത്തെ 2 കൂട്ടാളികളായ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ വഅർളാഹുമാ അവരുടെയും ഖബർ എനിക്കൊന്ന് തുറന്നു കാണിച്ചിട്ട്. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ മറ നീക്കിയിട്ട് കാണിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ കണ്ടത് സലാസത്ത ഖുബൂർ ലാ മുശ്രിഫത്തുൻ വലാ ലാത്തിഅ, 3 ഖബറുകൾ, ഭൂമിയുടെ നിരപ്പിന് സമമായി കിടക്കുന്ന 3 ഖബറുകൾ. അത് കൂടുതൽ പൊന്തി നിൽക്കുന്നതല്ല, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് കുമിഞ്ഞതുമല്ല, കുഴിഞ്ഞു നിൽക്കുന്നതുമല്ല. അങ്ങനെയുള്ള 3 ഖബറുകൾ, അതിൽ ചെറിയ ചെരക്കല്ലുകൾ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ കണ്ടത്. ഇങ്ങനെ ഖബർ പോയി നോക്കി കാണുന്ന സംഭവം ബാക്കി എല്ലാ സഹാബത്തും അങ്ങനെ കണ്ടിരുന്നുവെങ്കിൽ അത് ആ റിവായത്തുകളൊക്കെ ഉദ്ധരിക്കണം, കാണാനല്ല. അപ്പൊ അവർ ചെയ്തിരുന്ന കാര്യം എന്താണ്? സലാം പറയും. അത് എവിടുന്ന് സലാം പറഞ്ഞാലും ശൈഖുൽ ഇസ്ലാം ഖനായിയിൽ പറഞ്ഞതുപോലെ എവിടുന്ന് സലാം പറഞ്ഞാലും അത് ഒരേമാതിരി തന്നെയാണ്. പിന്നെ റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിന് പുണ്യമുണ്ട്. മറ്റെല്ലാ മുസ്ലിമീങ്ങളുടെയും ഖബർ സിയാറത്ത് ചെയ്യുന്നത് പോലെ റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്താലും പുണ്യമുണ്ട്. ഫഇന്നാ തുദക്കിറുകുമുൽ ആഖിറ. അവിടെ ചെന്നാലുള്ള മര്യാദ എന്താണ്? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കർ, അസ്സലാമു അലൈക യാ ഉമർ. സലാം പറയണം. ഇതന്നെയാണ് ബഖയിൽ പോയാലുള്ളത്, ഇതന്നെയാണ് ശുഹദാ ഉഹദിൽ ചെന്നാലുള്ളത്, ഇതന്നെയാണ് നമ്മളെ വാപ്പാന്റെ ഇമ്മാനി അല്ലെങ്കിൽ ഇവിടുത്തെ മുഅ്മിനീങ്ങളെ ഖബർ നമ്മൾ സിയാറത്ത് ചെയ്താൽ നമുക്ക് ചെയ്യാനുള്ള അസ്സലാമു അലൈക്കും ദാറഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖീൻ. മഖ്ബറാകുമ്പോ 1-2 ആളുകളല്ല, ഒരുപാടുണ്ട്. അപ്പൊ എല്ലാവരും പേരെടുത്ത് പറയാൻ നമുക്ക് അറിയില്ല, കഴിയില്ല. അപ്പൊ പറയും അസ്സലാമു അലൈക്കും ദാറഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖീൻ. ഇത് മാത്രമേ ഉള്ളൂ. വലൗലാ ദാലിക ലഉബ്രിസ ഖബ്റുഹു. ചിലത് വായിച്ചു ലഅബ്റസ ഖബ്റഹു. നബിക്ക് ആ ഭയം ഉള്ളത് കൊണ്ടാണ് ആ ഖബർ വെളിപ്പെടുത്താതിരുന്നത്. അങ്ങനെ പേടില്ലായിരുന്നെങ്കിൽ വെളിപ്പെടുത്തുമായിരുന്നു. അത് നബിയിലേക്ക് മടക്കേണ്ടതില്ല. അധികം ആളുകളും വായിച്ചത് സ്വഹാബത്തിലേക്ക് മടക്കിയിട്ടാണ് ലഉബ്രിസ, അത് പരസ്യമായി വെളിപ്പെടുത്തിയ ഖബറാക്കുമായിരുന്നു നബിന്റെ ഖബർ. ആര്? സ്വഹാബത്ത് അങ്ങനെ ചെയ്യുമായിരുന്നു എന്നതാണ് അതുകൊണ്ട് അപ്പോൾ ഉദ്ദേശിക്കുക. ഗൈറ അന്നഹു ഖുശിയ അൻ യുത്തഖദ മസ്ജിദ, പക്ഷെ ഭയപ്പെട്ടു അത് മസ്ജിദായിട്ട് ആരാധനക്കുള്ള ഒരു പ്രത്യേക സ്ഥലമായിട്ട് സ്വീകരിക്കും എന്ന് വെച്ചാൽ അതിന്റെ അടുത്ത് പോയിട്ട് ആൾക്കാർ അള്ളാഹിനോടുള്ള ദുആ തന്നെയാണ്. ഏറ്റവും കുടുങ്ങിയൊരു പ്രശ്നത്തിൽ അള്ളാഹിനോട് ഒരാൾ ഇസ്തിജാർ നടത്തുകയാണ്, തളർറു നടത്തുകയാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്യും? അള്ളാഹിനോട് എന്താ ചോദിക്കുന്നത്? അതിന് ഏറ്റവും പറ്റിയ സ്ഥലം ഏതാണ്? നബിനെ മുൻനിർത്തിയിട്ട് നബിയുടെ ഖബറിന്റെ അടുക്കൽ പോയിട്ടാവട്ടെ എന്നൊരാൾ കരുതാം. ആ കരുതുമ്പോ എന്തായി? ആ മനസ്ഥിതി കുറച്ചപ്പുറത്തേക്ക് പോയി. നബി റസൂലുള്ളാഹിന്റെ ഖബറുകൾ അത് മളുന്നത്തുൽ ഇജാബ, ഇജാബത്തിന്റെ കൂടുതൽ സാധ്യതയുള്ളതാണ് എന്നൊരു പുതിയ ഹുക്മ് മൂപ്പര തലയെ കയറ്റി, ദീന് കയറ്റി. അതിൽ നിന്ന് തുടങ്ങി പിന്നെ ഏതിലേക്കെത്തും? അടുത്തതെത്തുന്നത് റസൂലുള്ളാഹിനോട് ദുആ ചെയ്യുന്നതിലേക്കെത്തും. പിന്നെ അങ്ങനെയാണ് ബിദഅത്ത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ബിദഅത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ബിദഅത്ത് നേരെ കുഫറിലേക്കും ശിർക്കിലേക്കും എത്തിയിട്ടാണ് അത് നിൽക്കുക. അതിലേക്കാണ് കാര്യങ്ങൾ എത്തുക. വലി മുസ്ലിമിൻ, ഇമാം മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് അൽ ഖുശൈരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അൻ ജുൻദുബ് ഇബ്നു അബ്ദുല്ലാഹ് അൽ ബജലി, ജുൻദുബ് ഇബ്നു അബ്ദുല്ലാഹ് അൽ ബജലിയിൽ നിന്ന്. ആരാണ് ജുൻദുബ്?
സഹാബി വര്യനാണ്. ജുന്ദുബ് ഇബ്നു സുഫിയാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബ്ദുല്ല അദ്ദേഹത്തിന്റെ ജദ്ദിലേക്ക് ചേർത്തിട്ടാണ് ആ കാര്യം പറയുക. അൽ ബദലി അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞിട്ടുള്ളത്? സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ഖബ്ല അൻ യമൂത ബിഖംസിൻ, അവിടുന്ന് മരണപ്പെടുന്നതിന് 5 നാൾ മുമ്പ്. ബിഖംസിൻ എന്ന് പറഞ്ഞാൽ ബിഖംസി ലയാലിൻ എന്നാണ്. വഹുവ യഖൂൽ, അവിടുന്ന് പറയുന്നു, ഇന്നി അബ്റഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് എന്റെ ബറാഅത്ത് രേഖപ്പെടുത്തുന്നു, ഞാൻ ഒഴിയുന്നു. അല്ലാഹുവേ, എന്റെ ബറാഅത്ത് ഞാനിതാ പൂർണ്ണമായും ഒഴിയുന്നതായി ഞാനിവിടെ നിന്റെ മുമ്പാകെ രേഖപ്പെടുത്തുന്നു. എന്ത്? അയ്യകൂന ലീ മിൻകും ഖലീൽ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, അവരുടെ അഥവാ തന്റെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ എനിക്ക് ഖലീലായി ഉണ്ടാവുക എന്നുള്ളത്. ഒരാളും എനിക്ക് ഖലീലില്ല, ആ ഹുല്ലത്തിൽ നിന്ന് ഞാനിതാ ഒഴിവ് കഴിവ് പറയുന്നു. അതിന് കാരണമുണ്ട്. അതിനുള്ള കാരണം ഇത്തഖദനില്ലാഹു ഫഇന്നല്ലാഹ ഖദ് ഇത്തഖദനി ഖലീല, അല്ലാഹു എന്നെ ഖലീലായി സ്വീകരിച്ചിട്ടുണ്ട്. കമത്തഖദ ഇബ്രാഹിം ഖലീല, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഖലീലായി സ്വീകരിച്ചത് പ്രകാരം. വലൗ കുന്തു മുത്തഖിദൻ മിൻ ഉമ്മത്തി ഖലീല, എന്റെ ഉമ്മത്തിൽ നിന്ന് ആരെയെങ്കിലും ഞാൻ ഖലീലായി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ലത്തഖൽതു അബൂബക്കറിൻ ഖലീല, അബൂബക്കറിനെയായിരിക്കും ഞാൻ ഖലീലായിട്ട് സ്വീകരിക്കുക, അല്ലാതെ മറ്റാരെയുമായിരിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അബൂബക്കറിനെയായിരിക്കും ഞാൻ ഖലീലായിട്ട് സ്വീകരിക്കുക. അല എന്നിട്ട് പറഞ്ഞു. അല എന്നുള്ളത് ഇസ്തിഫ്താഹിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇസ്തിഫ്താഹ് ഒരു വാചകം തുടങ്ങുമ്പോൾ മഅനാഹു, അതിന്റെ മഅന എന്താ വരിക? ഇഅ്ലമു, ഇഅ്ലമു, നിങ്ങൾ അറിയുക എന്നാണ് അതിന്റെ അർത്ഥം വരിക. അപ്പൊ അതെന്തായിരിക്കും? ഇസ്മു ഫഇലായിരിക്കും. അതൊരു ഇസ്മു ഫഇലാണ്. ആ ഇസ്മു ഫഇൽ ഉപയോഗിക്കുന്നത് ഇസ്തിഫ്താഹിന് വേണ്ടിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തുടങ്ങുമ്പോൾ അതിന്റെ തുടക്കത്തിലാണെന്ന് പറയാം. അല, അറിയൂ നിങ്ങൾ, വഇന്ന മൻ കാന ഖബ്ലക്കും, നിശ്ചയമായി നിങ്ങളുടെ മുൻകാലത്ത് നിങ്ങളുടെ പൂർവികന്മാർ കാനു യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ അവർക്ക് ആരാധന ചെയ്യാനുള്ള സ്ഥലമായി സ്വീകരിക്കാറുണ്ട്. അല ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ്, നിങ്ങൾ അറിയുക, നിങ്ങൾ ഖബറുകളെ മസാജിദുകളായി ആരാധന ചെയ്യാനുള്ള സ്ഥലമാക്കിയെടുക്കരുത്. ഈ പറയുന്നതോടുകൂടി തന്നെ ഇൻദൽ ഖുബൂർ എന്നുള്ളതിനുള്ള തെളിവ് ഈ വചനത്തിലുണ്ട്. ലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ്, ഖബറുകളെ നിങ്ങൾ ആരാധനക്കുള്ള സ്ഥലമാക്കി വെക്കരുത്, ഖബറിന്റെ അടുക്കൽ പോയിട്ട് ആരാധന ചെയ്യരുത്. ഇന്നി അൻഹാകും അൻ ദാലിക്, ഞാൻ ആ കാര്യം നിങ്ങളെ വിലക്കുന്നു എന്ന് ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹു നബിയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നുണ്ട്. അതില് 2 കാര്യം. അബൂബക്കർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ കുഞ്ഞത്താണ്. അബൂബക്കർ സിദ്ദീഖിന്റെ പൂർണ്ണമായ പേര്, അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് അബ്ദുല്ലാഹ് ഇബ്നു ഉസ്മാൻ. അബ്ദുല്ലാഹ് ഇബ്നു ഉസ്മാൻ എന്നാണ് അബൂബക്കർ സിദ്ദീഖിന്റെ ശരിയായ. ഇതോടുകൂടി നിസ്കാരത്തിന് സമയമായി. അതുകൊണ്ട് തൽക്കാലം നമ്മൾ നിർത്താം. ഇൻഷാ അല്ലാഹ് ഈ അധ്യായം പൂർത്തിയായിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്കത് പൂർത്തിയാക്കാം. والله تعالى أعز وأعلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على آل إبراهيم إنك حميد مجيد.